നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റം എന്ന് പറയുന്ന പോലെ ഒരു കൂട്ടർക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അയാളെ ഏതെല്ലാം തരത്തിൽ ദ്രോഹിക്കാമോ, വേദനിപ്പിക്കാമോ, നാണം കെടുത്താമോ ഒക്കെ ചെയ്യുമെന്ന് അടുത്തിടെ 2 ദിവസം മുമ്പ് ഒരു സംഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യമായി. നമ്മുടെ നടൻ ദിലീപ് സ്ഥാനത്തും അസ്ഥാനത്തും എല്ലാം ദൈവത്തിന്റെ തലയിൽ വെക്കുന്ന ആളാണ്. അയാളെ ദ്രോഹിച്ചവരെ പറ്റി അല്ലെങ്കിൽ ചാനലിൽ ചെന്നിരുന്ന അയാളെ പറ്റി അപവാദം പറഞ്ഞവരെ പറ്റി പറയുമ്പോഴൊക്കെ അയാൾ പറയുന്നത്, ബൈ എല്ലാം മേളിലിരിക്കുന്ന ഒരാൾ കാണുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഞാൻ ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു ദിവസം വിളിച്ചപ്പോഴോ അല്ലെങ്കിൽ ഞാൻ ഒരു തവണയോ അയാൾ വീട്ടിൽ പോയിട്ടുള്ളൂ. വീട്ടിൽ പോയപ്പോഴോ ഞാൻ ചോദിച്ചു, നിങ്ങൾ മാസ ശമ്പളം കൊടുത്ത് നിങ്ങളുടെ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് താങ്കൾക്കൊരു മിടുക്കനായ വക്കീലുണ്ട്. ആ വക്കീലിനെ വിളിച്ചോണ്ട് നിങ്ങൾ എന്താണ് ADGP സന്ധ്യ വിളിച്ചപ്പോൾ ആ പോലീസ് ക്ലബിൽ ചെന്നത്? അദ്ദേഹത്തിനെ കൂടെ വിളിച്ചോണ്ട് പോണ്ടായിരുന്നു. അപ്പൊ ഞാൻ അറിഞ്ഞത്, പുള്ളി രാവിലെ ഒരു കോവിലിലെ അതൊരു ശിവക്ഷേത്രത്തിൽ എവിടെ ചെന്ന് നിന്ന് ഭയങ്കര തുഴക്കും കുറിയടിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ് ADGPയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്. മാഡം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്തേക്ക് പോവാണ്. അതിനു മുമ്പ് നിങ്ങൾ അതായത് ദിലീപ് കൊടുത്ത പരാതി ചില സംശയങ്ങളുണ്ട്. അത് സംസാരിക്കാനായി ഒന്ന് പോലീസ് ക്ലബ്ബ് വരെ വരാമോ എന്ന് ADGP ചോദിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ പിന്നെ അത് ഞാൻ വരാം എന്നിട്ട് കുറിയൊക്കെ അടിച്ച് ദൈവത്തിൻ്റെ യാത്രയൊക്കെ പറഞ്ഞ് നേരെ ചെന്ന് കയറി കൊടുത്തപ്പോഴാണല്ലോ പിടിച്ച് 19 ദിവസം ജയിലിലിട്ടത്. അല്ലാതെ അയാളെ മുൻകൂർ അറിയിച്ചിട്ടൊന്നുമല്ല. അയാൾ കൊടുത്ത പരാതി DGP ലോക്നാഥ് ബെഹ്റ സാറിന് ദിലീപ് കൊടുത്ത പരാതിയിൽ ചില സംശയങ്ങളുണ്ട്. ആ സംശയം ദൂരീകരിക്കാൻ മാഡം പോകുന്നതിന് മുമ്പ് വരണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പിടിച്ചകത്തിട്ട നിയമപാലകരാണ് കേരളത്തിലുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ പോകുമ്പോൾ എന്താ വക്കീലിനെ കൊണ്ടുവന്നിട്ടും? ഭായി എനിക്കിതുവല്ലോ അറിയാമോ? ഞാൻ രാവിലെ കോവിലിൽ പോയി തൊഴുതുകൊണ്ട് നിൽക്കുകയായിരുന്നു അമ്പലത്തിൽ. ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിക്കുന്നു, ഞാൻ കൊടുത്ത പരാതിയിൽ ചില സംശയങ്ങളുണ്ടെന്ന് വരണോ. അങ്ങനെ ചെന്നപ്പോൾ എനിക്കറിയാമോ ഇത് അറസ്റ്റ് ചെയ്ത് എന്നെ അകത്തിടാനാണ് വിളിക്കുന്നത്. അപ്പൊ ഇയാള് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂ. ഇയാൾ ഭഗവാനെ രക്ഷിക്കണേ, എന്നെ ഈ അപവാദങ്ങളൊക്കെ പറയുന്നവന് കണക്കിന് കൊടുക്കണേ എന്നൊക്കെ പറയുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ആളിനെ പിടിച്ച് ADGP സന്ധ്യ പിടിച്ചകത്തിടുവോ? ഇട്ടു. എന്നിട്ടും എന്തു പറഞ്ഞാലും പുള്ളി പറയും മേളിൽ ഇരിക്കുന്ന ഒരാൾ നോക്കുന്നുണ്ട്. ഞാൻ പറയും, ഈ മേളിൽ ഇരിക്കുന്ന ആളിനെ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ ദിലീപേ എന്നൊക്കെ ഞാൻ ചോദിക്കും. നമുക്ക് ഈ ഐറ്റംസുകളോട് വിശ്വാസമില്ലാത്തതുകൊണ്ട് ചോദിക്കുമ്പോൾ അയാൾ ചിരിക്കേ ഉള്ളൂ. അയാളുടെ വിശ്വാസം അയാൾ വിചാരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ആരിനെ വിമർശിച്ചാലും ഞാനൊരു കാര്യം, അയാളെ വേദനിപ്പിച്ചിട്ടുള്ള, അയാളെ ദുഃഖിപ്പിച്ചിട്ടുള്ള, അയാളെ കരയിപ്പിച്ചിട്ടുള്ള, അയാളെ ചതിച്ചിട്ടുള്ള ഒരെണ്ണം രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ 5-6 വർഷത്തെ കണക്ക് നിങ്ങൾ എടുത്തു നോക്കും. അയാളെ ചാനലുകളിലായാലും ശരി, കള്ള മൊഴികൾ കൊടുക്കാൻ കോടതിയിൽ പോയാലും ശരി, പോലീസുകാരുടെ മുമ്പിൽ കള്ളം പറയാൻ പോയാലും ശരി, ഒരാള് രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അയാളുടെ ശാപം ഫലിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ബാക്കിയുള്ളവന്മാർക്ക് വഴിയെ കിട്ടും, അതെനിക്ക് ഉറപ്പാണ്, കിട്ടുമെന്ന്. കാരണം ചുമ്മാ പയറുപോലെ നടന്ന ഒരുത്തൻ, വർഷങ്ങളോളം അയാളുടെ ഞം അടിച്ച് നടന്ന ഒരുത്തൻ, അയാൾ വെച്ചു കൊടുത്ത വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഒരുത്തൻ, അയാളെപ്പറ്റി ഇല്ലാത്ത, അയാൾ വീട്ടിൽ പാല് കൊടുത്ത കയ്യിൽ തന്നെ പാമ്പ് കൊത്തി എന്ന് പറയും പോലെ, അയാളുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഫോൺ റെക്കോർഡ് ചെയ്ത് വെച്ച് എന്തൊക്കെ സംസാരിക്കുന്നു അതെല്ലാം റെക്കോർഡ് ചെയ്ത, അല്ലെങ്കിൽ അയാൾ അറിയാതെ വീട്ടിൽ നടക്കുന്നതൊക്കെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് ഒരുത്തൻ്റെ അവസ്ഥ ഇപ്പോൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. നല്ല പയറ് പോലെ നടന്നെയാണ്. അകത്തൊന്നും ഇല്ലെന്നാ പറയുന്നത്. എല്ലാ പുല്ലും നിലച്ചു എന്നാണ് പറയുന്നത്. കിഡ്നി ഇല്ല, ഹാർട്ടില്ല, ഒരു പുല്ലും ഇല്ല. അപ്പൊ അയാളെ വേദനിപ്പിച്ച ഒരു ഇഞ്ചിഞ്ചാറ്റ് അനുഭവിക്കും എന്നുള്ളത് വേറൊരു സത്യം. അത് ദൈവമാണോ കൊടുക്കുന്നത് എനിക്കറിയില്ല. എന്തോ ഒരു ശക്തി നമ്മളെ പ്രകൃതിയിലുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അയാളൊരു കടുത്ത ദൈവവിശ്വാസിയാണ്, അന്ധവിശ്വാസി എന്ന് തന്നെ പറയാം. എല്ലാം ദൈവത്തിന്റെ. അയാൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉണ്ടായതും ഈ അന്ധമായ ദൈവവിശ്വാസം കൊണ്ടാണ്. എന്നോടൊരു നടി പറഞ്ഞതാണ്, അയാളുടെ ഒരു പടത്തിലേക്ക് വിളിച്ച് അവരുടെ ഡേറ്റ് എല്ലാം ബ്ലോക്ക് ചെയ്ത ശേഷം ഇയാളെ ഏതോ ജോത്സ്യനുമായിട്ട് നാളുകൾ വെച്ച് പൊരുത്തം നോക്കിയപ്പോൾ കുറെ പേരെ അതിൽ നിന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞു. ഈ നാളുകാർ പറ്റില്ല, ഈ നാളുകാർ പറ്റില്ല, ഈ നാളുകാർ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ നടിയും കട്ട് ചെയ്ത് വിട്ടു. ഒരു സ്വഭാവം നടി. അവരെന്താ പറഞ്ഞത്, സാറേ ഞാനും ദൈവവിശ്വാസിയാണ് സാർ,
ഇയാൾ ഈ ജാതകം നോക്കി എൻ്റെയൊക്കെ വയറ്റിപ്പഴപ്പ് മുട്ടിച്ച് കളഞ്ഞു. എനിക്ക് വേറെ മറ്റവളാണ് അഭിനയിച്ചതെന്ന് പറഞ്ഞ ഒരു നടിയുടെ പേര് പറഞ്ഞു. അത്രയും ദൈവഭയമുള്ള ഒരാളാണ് അയാൾ. അതിൽ നിന്ന് തന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, അമിതമായ ദൈവഭയമുള്ള ഒരുത്തരും തെറ്റ് ചെയ്യില്ല. അപ്പൊ ഞാൻ ദൈവഭയമൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ തെറ്റ് ചെയ്യും. പക്ഷേ അന്ധമായി ദൈവമുണ്ട് ദൈവം എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്ന ഒരു ദൈവഭക്തിയുള്ള ഒരാൾ, ഭയമുള്ള ഒരാൾ ഈ പറഞ്ഞ ഹീനമായ ഒരു കുറ്റവും ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അവൻ ദൈവത്തിനെയും പറ്റിക്കുന്നവനായിരിക്കും. അപ്പോ നിരവധി തവണ ശബരിമല പോയിട്ടുള്ള ആളാണ് ദിലീപ്. മീനാക്ഷിക്ക് 10 വയസ്സ് തികയുന്നതിന് മുമ്പ് ശബരിമല മോളെ കൊണ്ടുപോയി അയ്യപ്പനെ കാണിച്ച ആളാണ് ദിലീപ്. അപ്പോ ആ കാലത്തുമൊക്കെ അയാൾ സിനിമാ നടനാണ്, ഗോപാലകൃഷ്ണനല്ല. ദിലീപ് ആയ ശേഷം നിരവധി പ്രാവശ്യം ശബരിമലയിൽ പോയിട്ടുള്ള ആളാണ്. അന്നൊന്നും കോടതിക്ക് തോന്നിയില്ല ഇയാൾക്ക് VVIP അല്ലെങ്കിൽ VIP പരിരക്ഷ നൽകുന്നത് തെറ്റാണെന്ന്. അയാൾ ഒരു VIP പരിരക്ഷയും ചോദിച്ചോ എന്ന് എനിക്കറിയില്ല. അയാൾ തലയിൽ ഇതില്ലാതെ പോയ ആളാണ്, ഇരുമുടിക്കെട്ടില്ല. നമ്മൾ 20 ഇരുമുടിക്കെട്ടില്ലാതെ പോയാൽ സ്റ്റാഫുകൾക്ക് പോകാനുള്ള സർവീസ് ഗേറ്റിലൂടെ നമുക്ക് കയറാം. ഞാൻ അങ്ങനെ കയറിയിട്ടുള്ള ആളാണ്. ഞാൻ ആദ്യമായിട്ട് ശബരിമല പോയ ഭയങ്കര രസകരമായ ഒരു കാര്യമാണ്. ശാന്തിളയിൽ നിന്ന് ഒരു ബസ് നിറച്ച് അയ്യപ്പന്മാർ പോകും. അവിടെ ഒരു മരണം നടന്ന കാരണം 2 പേർക്ക് ആ യാത്ര പറ്റിയില്ല. അപ്പൊ 2 സീറ്റ് ഒഴിഞ്ഞു. അപ്പൊ ഞാനും എൻ്റെ ഒരു സുഹൃത്തോടെ നിൽക്കും, കേട്ടോ വരുന്ന എന്നിട്ട് ഞാൻ ഓടി വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ബസ്സിൽ 2 സീറ്റ് ഒഴിഞ്ഞു, മറ്റേ ആൾ മരിച്ചില്ലേ, അതുകൊണ്ട് അവിടുന്ന് 2 പേര് പോകുന്നില്ല. ഞാനും എൻ്റെ കൂട്ടുകാരനായ സുരേഷ് എന്ന് പറഞ്ഞ ആളും ഞങ്ങൾ ശബരിമല പോകണമെന്നു അമ്മ കരയൊക്കെ ചെയ്തു. കാരണം ആദ്യമായിട്ട് ശബരിമല പോകുന്നു ഇരുമുടി കെട്ടില്ലാതെ, വ്രതം എടുക്കാതെ. എനിക്ക് വ്രതം വേണമെന്നില്ല, കാരണം ഇറച്ചി മീനൊന്നും കഴിക്കുന്ന ആളല്ലല്ലോ. ഞങ്ങൾ ആ ബസ്സിൽ കയറി പമ്പയിൽ ചെന്ന് അടിച്ച് കുളിച്ച് നീന്തി തുടിച്ച് എല്ലാം ചെയ്ത് ഇവരെ കൂടെ ശബരിമല കയറി. ഇവർ ക്യൂവിൽ കിടക്കുക, കണ്ണത്തോ ദൂരത്ത് ക്യൂവിൽ കിടക്കുകയാണ് അവർ. ഞങ്ങൾക്ക് 2 പേർക്ക് ഇരുമുടി കെട്ടില്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ സർവീസ് ഗേറ്റ് വഴി അകത്ത് കയറുകയും മതി വരുവോളം അയ്യപ്പസ്വാമിയെ കണ്ടു. അവിടെ കൗണ്ടറിൽ ചെന്ന് അന്നത്തെ കാലത്ത് 5 രൂപ എന്തോ ആണ് കൊടുത്ത് ഒരു ഇലയിൽ ഒരു 2 കിലോ പായസം വരും, വെള്ളപ്പായസവും മധുര പായസവും കൂടി 2 പേരും കൂടെ വാങ്ങിച്ച് ആ സന്നിധാനത്തെ അയ്യപ്പ സന്നിധിക്ക് അകത്ത് ഇരുന്ന് തന്നെ മണ്ണിലിരുന്ന് കഴിച്ച് ഏതാണ്ട് പകുതി കഴിഞ്ഞപ്പോൾ ഒരു കാറ്റടിച്ചു. മണൽ ഇങ്ങനെ പറന്ന് വന്ന് ഈ പായസത്തിന്റെ പുറത്തുണ്ടായി. ബാക്കി കഴിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കൈയൊക്കെ കഴുകി വന്നിട്ട് വീണ്ടും അയ്യപ്പസ്വാമിയെ ഇഷ്ടംപോലെ കണ്ടു. കാരണം ഞങ്ങൾക്ക് ഇരുമുടി ഇല്ലാത്തതുകൊണ്ട് എല്ലായിടത്തും നിൽക്കാൻ പറ്റി. എന്ന് മാത്രമല്ല, ഞാൻ അന്ന് കാണിച്ച മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, ഈ തറയിലൊക്കെ ഒരുപാട് മണി കിടക്കുന്നു, ഇത്രശോളം കൊച്ചു മണി. അത് നേർച്ചയായിട്ട് കൊണ്ടിട്ടിരിക്കുന്നത് നമുക്കറിയില്ല. നമ്മൾ വളരെ പ്രായം കുറവാണ്. നിലത്ത് എത്ര മണി കിടന്നോ ആ മണിയെല്ലാം പറക്കി. നിലത്ത് എത്ര പൈസ കിടന്നോ, ഈ കാണിക്ക് ഇങ്ങനെ എറിയുമ്പോഴും വീഴുന്ന തറയിൽ കിടക്കുന്ന പൈസ മുഴുവൻ പറക്കി. ആരും പറക്കരുതെന്ന് പറഞ്ഞില്ല. ചിലപ്പോൾ കണ്ടൊരു വിചാരിച്ചാണ് ഇത് പറക്കി അതിനകത്ത് ഇടാറുണ്ട്. ഞങ്ങൾ ഈ പൈസയും ഈ മണിയും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങ് താഴെ പോകും. ഞങ്ങൾ 2 പേരും ഞങ്ങൾ താഴെ വന്ന് വീണ്ടും പമ്പയിൽ ആടിച്ച് കുളിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ മണിക്കൂർ കഴിയുമ്പോഴാണ് ഇവർ വരണത്, നടന്ന് തളർന്ന്. കാരണം ക്യൂ നിന്ന് അയ്യപ്പനെ കണ്ടിട്ട് വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുമുടിക്കെട്ട് ഇല്ല എങ്കിലാണ് ശബരിമലയിൽ പോകാൻ ഏറ്റവും എളുപ്പമെന്ന് അനുഭവം കൊണ്ട് ഞാൻ പറയാം. ശബരിമലയിൽ നടൻ ദിലീപിനെ VIP പരിഗണന നൽകിയതിൽ ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നു. ഈ കേരളത്തിൽ എന്തെല്ലാം കേസുകൾ, ഏതെല്ലാം അമ്പലങ്ങളുടെ വസ്തുവകകൾ ആരെല്ലാം കയ്യേറിയിരിക്കുന്നു. ഇതൊന്നും അന്വേഷിക്കാൻ സമയമില്ല കോടതിക്ക്. പക്ഷെ കോടതിക്ക് ദിലീപ് എന്ന് പറഞ്ഞ നടൻ ശബരിമലയിൽ VIP പരിരക്ഷയോടെ പോയി. ഞാൻ ആ വീഡിയോകൾ മുഴുവൻ പരിശോധിച്ചു. മാതൃഭൂമി, മനോരമയും 24 എല്ലാം പരിശോധിച്ചപ്പോൾ ഒരിടത്തും ഭക്തരെ തടഞ്ഞിട്ടില്ല. നിങ്ങൾ കണ്ടു നോക്കൂ. ഞാൻ ഈ ദിലീപിന് വേണ്ടി പക്ഷം പിടിക്കുകയാണെന്ന് വിചാരിക്കരുത്. അയാൾ തൊഴുന്നതിന്റെ പുറകിൽ ഇഷ്ടം പോലെ ആൾ നിൽക്കുകയാണ്, ഇഷ്ടം പോലെ. അതുപോലെ പുറകിലൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതെല്ലാം കാണാം. പക്ഷേ കോടതി പറയുന്നു, ഭക്തരെ തടഞ്ഞുകൊണ്ട്, അവരുടെ ഭക്തിയെ തടഞ്ഞുകൊണ്ട് ഇയാൾക്ക് മാത്രം കൊമ്പുണ്ടോ എന്നുള്ള രീതിയിലാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ശബരിമലയിലെ CCTV ദൃശ്യങ്ങൾ നാളെ തിങ്കളാഴ്ച ഹാജരാക്കാൻ കോടതി പറഞ്ഞിരിക്കുന്നു. ശബരിമലയിൽ ആർക്കും പ്രത്യേക പരിഗണന നൽകരുത് എന്നത് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണത്രേ. അവിടെ വരുന്ന എല്ലാ ഭക്തന്മാരും സമന്മാരാണ്. എല്ലാവർക്കും വെർച്വൽ ക്യൂ വഴി മാത്രമേ ദർശനം നൽകാവൂ. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകണം എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കോടതി എന്നാണ് പറയുന്നത്. ഇന്നലെ ഏതോ ഒരു സുനിൽ സ്വാമി, അയാളെ പറ്റി ഞാൻ ഡീറ്റെയിൽ എനിക്കറിയില്ല, സുനിൽ സ്വാമിയുടെ കേസിൽ വിധിന്യായം പുറത്തു വന്നപ്പോൾ അതിൽ ഇക്കാര്യം എടുത്തു പറഞ്ഞിരുന്നത്രേ. രാത്രിയാണ്
ദിലീപ് ശബരിമലയിൽ എത്തിയത്. ദർശനത്തിന് VIP പരിഗണന കിട്ടിയിട്ടുണ്ട് എന്നത് കോടതി പരിശോധിക്കാൻ പോകുകയാണത്രേ. തലവെട്ടിക്കളയും ദിലീപിന്റെ. ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടി. ദേവസ്വം ഉദ്യോഗസ്ഥർ ദിലീപിനെ അനുഗമിച്ച് ശ്രീകോവിലിന് മുമ്പിൽ എത്തിച്ച് ദർശനം നടത്തി പോകാനുള്ള സൗകര്യം നൽകി എന്നതാണ് ആക്ഷേപമായിട്ടുള്ളത് കോടതി. അതിലൊരു പോലീസുകാരനും ദിലീപിന്റെ നടക്കണ ഞാൻ കണ്ടില്ല. ഏതോ ഉദ്യോഗസ്ഥർ ഞാൻ കേട്ടെ. ഇപ്പൊ കോട്ടയ്ക്കകം മുരളി എന്ന് പറഞ്ഞൊരു PR ഉണ്ടായിരുന്നു ദേവസ്വം. സിനിമാക്കാരുടെ PR എന്നാണ് മുരളിയെ വിളിക്കാറ്. കാരണം മുരളി വേറെ VIP ആരും വന്നാലും അവരെ കാര്യങ്ങൾ പോലീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ വരണമെങ്കിൽ പോലീസുകാർ കൊണ്ടുപോയിക്കോട്ടെ, ദേവസ്വത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ വരണമെങ്കിൽ അവർ കൊണ്ടുപോയിക്കോട്ടെ. പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ആര് ചെന്നാലും ശരി, മുരളിയെ കാണുകയാണെങ്കിൽ മുരളി അവരെ കൊണ്ടുപോയി പൂജാരിയെ പരിചയപ്പെടുത്തി പ്രസാദമൊക്കെ വാങ്ങിക്കൊടുത്ത്, തന്ത്രി ഉണ്ടെങ്കിൽ തന്ത്രിയുടെ അടുത്തുകൊണ്ട് പരിചയപ്പെടുത്തും. ഇതൊരു വലിയ തെറ്റാണെന്ന് ഞാൻ പറയുന്നു. നമ്മൾ ആശുപത്രിയിലായാലും പോലീസ് സ്റ്റേഷനിലായാലും കോടതിയിലായാലും എവിടെ ആയാലും ചില സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവരാണെങ്കിൽ അവരെ ഇഷ്ടമുള്ളവർ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. മുരളി അഭിമാനത്തോടെ എന്ന് പറഞ്ഞു, ഞാൻ ഗംഗയ്യ അമരനെ, ഞാൻ P. ജയചന്ദ്രനെ, ഞാൻ മോഹൻലാലിനെ, ചിത്രയെ, യേശുദാസിനെ, കലാഭവൻമണിയെ ഒക്കെ ഞാൻ പരിഗണന നൽകി കൊണ്ട് നിർത്തി. ഇത് കലാഭവൻമണിയാണ്, അദ്ദേഹത്തിൻ്റെ മോളാണ് എന്ന് പറഞ്ഞ് പോറ്റിയെ പരിചയപ്പെടുത്തി പ്രസാദം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഞാൻ പെൻഷനായ ശേഷം ഇളയരാജ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കാഴ്ചക്കാരനായി ശബരിമല പോയ ആളാണ്. ഞാൻ മുൻനിരയിൽ പോയിരുന്നു. കാരണം ഇളയരാജയുടെ അടുത്തൊക്കെ കയറി നിന്നാൽ ഇപ്പോഴത്തെ PR വിഷമം തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറിയില്ല ദിനേശേ എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഇവര് ഈ കോടതി പറയുന്ന കേട്ടാൽ ദിലീപിന് മാത്രമായി എന്തോ ഒരു പ്രിവിലേജ്, ഒരു പോക്കൃത്തനം ദേവസ്വം ഉദ്യോഗസ്ഥരും പോലീസും കാണിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥർ ദിലീപിനെ അനുഗമിച്ച് ശ്രീകോവിലിന് മുന്നിൽ എത്തിച്ച് ദർശനം നടത്തി പോകാനുള്ള സൗകര്യം നൽകി എന്നത് ഒരു ആക്ഷേപമായിട്ടാണ് ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്നത്. അത് പരിശോധിക്കുകയാണത്രേ കോടതി. സന്നിധാനത്തെയും അപ്പർ തിരുമുറ്റത്തെയും CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാനായി കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അത് പരിശോധിച്ച് അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കോടതി ഇടപെടും. ആർക്കും പ്രത്യേക പരിഗണന ശബരിമലയിൽ ദർശനത്തിന്റെ കാര്യത്തിൽ നൽകരുത് എന്ന ഉറച്ച നിലപാടിലാണ് കോടതി. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് എന്നാണ് മാതൃഭൂമി ചാനൽ പറഞ്ഞത്. ഷീണ്ട നായർ 24 പറയുന്നു, മറ്റുള്ളവരുടെ ദർശനം തടസ്സപ്പെടുത്തിയതാണോ VIP ദർശനമെന്ന് തടസ്സപ്പെടുത്തിയിട്ടാണോ VIP ദർശനമെന്ന് ഹൈക്കോടതിയിലെ ദേവസ്വം ബോർഡ് ബെഞ്ച് ചോദിച്ചു. ഒരാളെ പോലും ദർശനം തടഞ്ഞിട്ടില്ല. അവിടെ വന്ന ഒരു ഭക്തർ പോലും ഞങ്ങൾ തൊഴാൻ പറ്റാതെ ഇയാൾ കയറുമ്പോൾ, ഒന്നാമത് ദിലീപ് പൊക്കം കുറഞ്ഞ ആളാണ്, ഒരു ആചാനുഭാവം. ഇപ്പൊ മധുസാറിനെ പോലെ ഒരാൾ നിന്നാൽ 10 പേരെ മറയുമെന്ന് വയ്ക്കും. ഒരാളെയും അതിൽ ദിലീപ് കാരണം ദർശനം നടത്താൻ പറ്റാതെ പോയി എന്നുള്ളത് ആ വീഡിയോ കണ്ടാൽ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും മനസ്സിലാവും. പക്ഷേ ദേവസ്വം ബെഞ്ച് ചോദിച്ചിരിക്കുന്ന അതല്ല, മറ്റുള്ളവരുടെ ദർശനം തടസ്സപ്പെടുത്തി എന്നാണ് പറയുന്നത്. ദർശനം ലഭിക്കാത്തവർ ആരോട് പരാതി പറയുമെന്നും കോടതി ചോദിച്ചു. ദർശനം നടത്താത്തവരല്ലേ പരാതി പറയേണ്ടത്? ദർശനം നടത്താൻ പറ്റാത്ത ഒരാളും ഉണ്ടായില്ലല്ലോ. ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. നടപടി ചെറുതായി കാണാൻ കോടതിക്ക് കഴിയില്ലത്രേ. കാരണം ദിലീപ് ആയതുകൊണ്ട് നടപടി ചെറുതായിട്ട് പുള്ളിക്ക് കാണാൻ പറ്റുന്നില്ല. ക്യൂവിൽ എത്ര പേരാണ് നിന്നതെന്ന് കോടതി ചോദിച്ചു. ആരെങ്കിലും എണ്ണം എടുക്കൂ? ശബരിമലയിൽ അല്ലെങ്കിൽ അയ്യപ്പന്റെ ഏറ്റവും അടുത്ത് പോയി നിന്ന് തൊഴുന്ന ആളുകളുടെ ക്യൂവിൽ ആരെങ്കിലും എത്ര പേരുണ്ട് എന്ന് എണ്ണുമോ? ഒരിക്കലും എണ്ണില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സ്ത്രീകളും കുട്ടികളുമാണ് ആ സമയം ക്യൂവിലുണ്ടായിരുന്നത്. സ്ത്രീകളെന്ന് പറയരുതേ, അമ്മമാരെന്ന് പറയും. സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം ഇല്ലല്ലോ. പ്രായമായ അമ്മമാരും കുട്ടികളെന്ന് പറഞ്ഞാൽ ഓക്കെ. എന്തിനാണ് അവരെ തടഞ്ഞത്? ഒരമ്മയെങ്കിലും പറയണം, ദിലീപ് കാരണം ഞങ്ങളെ തടഞ്ഞു എന്ന് ഒരാൾ പോലും പരാതി പറഞ്ഞിട്ടില്ല. പക്ഷെ സ്വമേധയാ കോടതി പറയുന്നു അവരെയൊക്കെ തടഞ്ഞു എന്നാണ് പറയുന്നത്. ദർശനം കിട്ടാതെ മടങ്ങിയവർ ആരോട് പരാതി പറയുമെന്നും ഹൈക്കോടതി ചോദിക്കുന്നു. ഹരിവരാസനം സമയത്ത് അവസാനം വരെ നിൽക്കുന്നത് ആർക്കുമുള്ള പ്രിവിലേജ് അല്ല. എനിക്ക് ഹരിവരാസനം പാടുന്നതിൻ്റെ അവസാനം വരെ ഓരോ തിരി അണച്ചണച്ചണച്ച് ഓരോ വാതിലടച്ച് അയ്യപ്പനെ ഉറങ്ങാൻ വിടുന്നത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അവസാനം വരെ നിൽക്കും. എനിക്ക് ആഗ്രഹമില്ലെങ്കിൽ നിൽക്കില്ല. ദിലീപ് മാത്രമാണോ ഹരിവരാസനം പാടി നടയടയ്ക്കുന്നവരെ നിന്നിട്ടുള്ളത്? ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവുകൾക്ക് വിരുദ്ധമാണ് VIP പരിഗണന. പോലീസിന് ഒരു ചുമതലയും നിർവഹിക്കാനില്ലേ എന്ന് ചോദിച്ച കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. ദിലീപിനെ കേസിൽ കക്ഷി ചേർക്കുമെന്നും ദേവസ്വം ബെഞ്ച് പറഞ്ഞത്രേ എന്നാണ് ഷീണ്ട നായർ പറയുന്നത്.
ദിലീപിനെ എന്തിന് കക്ഷി ചേർക്കണമെന്ന് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ കേസുണ്ടല്ലോ. പക്ഷെ ഇനിയിപ്പോ ദേവസ്വത്തിന്റെ കോടതി, ദേവസ്വത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന കോടതി, ദേവസ്വം ബോർഡ് ബെഞ്ച് ദിലീപിനെയും കക്ഷി ചേർക്കും എന്നാണ് പറയുന്നത്. ഞാനപ്പോ ആരൊക്കെ എന്നൊക്കെ ശബരിമലയിൽ നിന്ന് വന്നു എന്ന് പരിശോധിച്ചപ്പോൾ നമ്മുടെ ജയറാമും പാർവതി ശബരിമലയിൽ വന്നു. ഓരോ പടിയും 18 പടിയും തൊഴുത് ജയറാമും പാർവതിയും മേളിൽ 18-ാം പടി കഴിഞ്ഞ് മേളിലെത്തുന്നത് വരെ വേറെ ഒരു ഭക്തനെ കയറ്റി വിട്ടിട്ടില്ല. എന്താ ഈ കോടതി കാണാത്തത്? കോടതി എല്ലാം കാണണ്ടേ? കോടതിയുടെ കണ്ണ്, നിയമത്തിന്റെ കണ്ണ് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലരെ മാത്രം ഇങ്ങനെ നോക്കാനല്ലല്ലോ. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ കണ്ടു നോക്കൂ, വീഡിയോ കണ്ടു നോക്കൂ. ഇപ്പൊ കള്ളം പറയാൻ നോക്കൂല്ല ആർക്കും. 18 പടിയും പാർവതിയും ജയറാമും ഓരോ പടിയും തൊട്ട് തൊഴുത് 18 പടി കയറുന്നവരെ വേറൊരാളിനെ ആ പടിയിൽ കയറ്റിയിട്ടില്ല. ഏറ്റവും മുന്നിൽ നിന്ന് അയ്യപ്പനെ കൊതി തീരും വരെ, ജയറാം എന്ന് പറഞ്ഞാൽ ആജാന ബാഹുവല്ലേ, ജയറാം ദിലീപിന്റെ പകുതിയുടെ ഇല്ലേ, ആ കൊതി തീരുന്നത് വരെ ജയറാമും പാർവതിയും തൊഴുതുകൊണ്ട് നിൽക്കുന്ന വിഷ്വൽ യൂട്യൂബിൽ ഇഷ്ടംപോലെ കാണാൻ കഴിയും. വലിയ കൂവയിലയിൽ തിരുമേനി കൊണ്ടുവന്ന് പ്രസാദം കൊടുക്കുന്നു 2 പേർക്കും, 2 പേർക്കല്ല, ഒരു 6-7 പേർക്ക്, അവരെ കൂടെ വന്ന ഒരു 6-7 പേർക്ക് പ്രസാദം കൊടുക്കുന്നുണ്ട്. വലിയ സ്റ്റീൽ പാത്രത്തിൽ, ഇങ്ങനെ ചരുവം പോലുള്ള ഒരു പാത്രത്തിൽ പൂക്കള് അയ്യപ്പൻ നേദിക്കാനായിട്ട് ജയറാം കൊടുക്കുന്നുണ്ട്, പാർവതി കൊടുക്കുന്നുണ്ട്, അവരെ കൂടെ വന്ന ഗ്യാങ്ങുകളെല്ലാം ഒന്നൊന്നായി കൊടുക്കുന്നു. ഈ കോടതിക്ക് അന്ന് എന്താ പറയുക, ഇതൊന്നും കാണാനുള്ള താല്പര്യമില്ലായിരുന്നു. ദിലീപ് വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ നിയമപാലകൻ, ഈ ജഡ്ജിയും നിരപരാധിയായിരിക്കും, ആരോ നുണക്കെറിവ് പറഞ്ഞു കൊടുത്താണ്. ഇതാ കണ്ട ദിലീപിന് VIP പരിഗണന, കോടതി സ്വമേധയാ ഒരു കേസെടുക്കണം കേട്ടാ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതോ കുത്തുതിരിപ്പുകാർ പറഞ്ഞു കൊടുക്കാതെ എന്നും ഒരു കോടതി ഇങ്ങനെയൊന്നും പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് 5-6 മിനിറ്റ് ജയറാമും പാർവതിയും അയ്യപ്പന്റെ തിരുസന്നിധിയിൽ ഏറ്റവും മുന്നിൽ, അതിന്റെ മുന്നിൽ ആരുമില്ല, അതിന് മുമ്പിൽ ആ സ്റ്റീൽ ബാരിക്കേഡ് മാത്രമേ നിന്ന് അയ്യപ്പനെ കണ്ട് തൊഴുന്ന് നിർവൃതിയോടെ മടങ്ങുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ പരിശോധിച്ചാൽ കാണാം. പോലീസുകാർ അഴിയുള്ള ഏതോ വഴിയിലൂടെ 18-ാം പടിക്ക് എത്താനായിട്ട് വേറെ ഏതോ ഒരു കുറുക്ക് വഴിയിലൂടെ നിരന്ന അഴികളുള്ള വഴിയിലൂടെ ജയറാമിനെയും പാർവതിയും കൊണ്ടുവരുന്ന വിഷ്വലും അതിലുണ്ട്. പോലീസുകാർ തീർച്ചയായിട്ടും സ്വീകരിച്ചാണ് തിരുനടയിൽ എത്തിച്ചത്. പക്ഷെ ദിലീപിനെ ഒരു പോലീസുകാരെ എത്തിക്കുന്ന വീഡിയോയും ഞാനിതുവരെ കണ്ടിട്ടില്ല. ഒരു പരാതിയും ജയറാമും പാർവതിയും വന്നതിന്റെ പേരിൽ ആരും പറഞ്ഞിട്ടില്ല. കാരണം സിനിമാക്കാരാകുമ്പം അന്ധവിശ്വാസികളാണെന്ന് മലയാളിക്ക് അറിയാം. അവര് എല്ലാ ദൈവങ്ങളെയും ഇങ്ങനെ കാലിപ്പിടിച്ച് നടക്കുന്നവരാണെന്ന് ദൈവത്തിനറിയാം, അല്ല മനുഷ്യർക്കറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ജയറാമും പാർവതിയല്ലേ, തൊഴുതിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു കാണും. അന്നും നമ്മുടെ ഈ മൊട്ട അരുൺ 24-ൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇപ്പൊ ദിലീപിൻ്റെത് പറയുമ്പോൾ മൊട്ട അരുൺ റിപ്പോർട്ടറിൽ കാണിക്കുന്ന ആവേശം വേണം കാണാൻ. ആർക്കായാലും അങ്ങനെ ഉണ്ടാവുമായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ ബന്ധുവായ ഒരു പെൺകുട്ടി ദിലീപിന്റെ കേസിന്റെ ബാധ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ആവേശം തോന്നുന്നതായിരിക്കും. പക്ഷേ എനിക്ക് മൊട്ട അരുണിനോട് പറയാനുള്ളത്, ഒരു അവതാരകനായി നിൽക്കുമ്പോൾ ബന്ധു സ്വന്തം ഒന്നും മനസ്സിൽ വരരുത് അരുണേ. നിഷ്പക്ഷമായി വാർത്തകൾ പറയണമെന്ന് ഞാൻ പറയും. നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിന്റെ കാര്യമുണ്ട്. യേശുദാസ് എന്ന് പറഞ്ഞാൽ 100% അയ്യപ്പദാസൻ എന്ന് വിളിക്കുന്നതാണ്, ആ മനുഷ്യനെ വിളിക്കുന്നതാണ് ശരിയെന്ന് ഞാൻ പറയും. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനാണല്ലോ, എല്ലാം അയ്യപ്പനിൽ അർപ്പിക്കുന്ന ആളാണല്ലോ. ഇപ്പൊ തരംഗിണി ഇറക്കിയ കാസറ്റുകളിൽ പോലും അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ട് എത്ര കാസറ്റാണ് തരംഗിണി ഇറക്കി. വർഷങ്ങളോളം മക്കളില്ലായിരുന്ന യേശുദാസിന് പുത്രഭാഗ്യം തന്നത് അയ്യപ്പനാണെന്ന വിശ്വാസിയാണ് ഗാനഗന്ധർവൻ. അയ്യപ്പൻ കഴിഞ്ഞേ ഉള്ളൂ യേശുദാസിന് മറ്റൊരു ദൈവമെന്ന് മലയാളിക്കറിയാം. കൊറോണ കാലത്തിന് ശേഷമാണ് അദ്ദേഹം അയ്യനെ കാണാൻ ശബരിമലയിലേക്ക് വരാത്തത്. അമേരിക്കയിൽ പോയ ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അവസാനമായി അയ്യപ്പനെ കാണാൻ ചെന്ന സമയത്ത് ഭാര്യ പ്രഭചേച്ചിയെ കൂടി അദ്ദേഹം കൂട്ടിയിരുന്നു. രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന സമയത്ത് ദേവരാജ മാഷ് സംഗീതം നൽകി സ്വാമി അയ്യപ്പന് വേണ്ടി യേശുദാസ് മനോഹരമായി പാടിയ ആ ഉറക്കുപാട്ട്, ഹരിവരാസനം എന്നുള്ള ആ ഉറക്കുപാട്ട് മൈക്കിലൂടെ കേൾക്കുമ്പോൾ ആ പാട്ടിന്റെ അവസാനം വരെ 7-7.5 മിനിറ്റ് യേശുദാസ് തിരുസന്നിധിയിൽ നിന്ന്, അദ്ദേഹവും ഭാര്യയും സന്നിധിയിൽ നിന്ന് ആ മുഴുവൻ വരികളും പാടി. ഓരോ വിളക്കും അണച്ച്, ഓരോ ഇതായിട്ട് അടച്ചടച്ച് അവസാനം വാതിൽ പൂട്ടിയെടുക്കുമ്പോൾ ഹരിവരാസനം തീരും. ആ ഉറക്കുപാട്ട് തീരുന്നത് വരെ മൈക്കിലൂടെ ദൂരെ കേൾക്കാം നമുക്ക്. പക്ഷെ യേശുദാസ് തിരുസന്നിധിയിൽ ഒന്നാമനായി നിന്ന് 7 മിനിറ്റോളം നിന്ന് അദ്ദേഹം മനസ്സറിഞ്ഞു പാടി. എന്താ ഈ കോടതിക്ക് അന്ന് കണ്ണില്ലായിരുന്നു? ദിലീപ് നിന്ന് ഹരിവരാസനം, യേശുദാസ് നല്ല ഹൈറ്റൊക്കെ ഉള്ള ആളല്ലേ,
പക്ഷെ ഒരാൾ പോലും യേശുദാസ് നിന്ന് പാടിക്കളഞ്ഞു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിട്ടില്ല. ഒരു കോടതിയും യേശുദാസിന്റെ പേരിൽ കേസെടുത്തില്ല. പക്ഷേ ദിലീപ് ഹരിവരാസനം തൊഴാൻ നിന്നാൽ സ്വമേധയാ കേസെടുക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. കാരണം ഒന്നാമത് എനിക്ക് കോടതി നിയമങ്ങളൊക്കെ അധികം അറിയില്ലാത്തതുകൊണ്ടേ കോടതിയെ ലക്ഷ്യമായി പോകുമെന്നുള്ള പേടിയുള്ളതുകൊണ്ടും വേണമെങ്കിൽ ഈ നുണ പറഞ്ഞു കൊടുത്തവൻ തന്നെ ചെന്ന് പറയും, സാറേ ജഡ്ജിയെ വിമർശിച്ചു കേട്ടോ ദിനേശ്, അയാളെ പിടിച്ച് ഒരു ദിവസം കോടതി പിരിയുന്നവരെങ്കിലും ഇവിടെ പിടിച്ച് നിർത്തണമെന്നൊക്കെ പറഞ്ഞ് എന്നെ പോലെ ഒരു ഷുഗർ രോഗിയെ കൊണ്ട് നിർത്തരുത്. ഒരു ഭക്തരും യേശുദാസിനെ തടഞ്ഞിട്ടില്ല. ദർശന സൗഭാഗ്യം യേശുദാസിന് മാത്രം മതിയോ എന്ന് ചോദിച്ചില്ല. ചാനൽ ചർച്ചകളും നടത്തിയിട്ടില്ല. ഈ മൊട്ടാരുണ അടക്കം ആരും പറഞ്ഞിട്ടില്ല യേശുദാസ് അവിടെ നിന്ന് ഹരിവരാസനം പാടിയത് മോശമായിപ്പോയി എന്ന് എവിടെയെങ്കിലും മൊട്ടാരുൺ പറഞ്ഞ് നിങ്ങൾ കണ്ടു. ദിലീപ് എന്ന 3 അക്ഷരക്കാരൻ പോയതാകണം കോടതിയെ പോലും ചൊടിപ്പിച്ചത്. പ്രധാന പൂജാരിമാരെയോ ക്ഷേത്രം തന്ത്രിയെയോ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറെയോ ഒരാളും കാണാൻ പാടില്ല എന്ന് കേരളത്തിലൊരു നിയമത്തിലും എഴുതി വച്ചിട്ടില്ല. പ്രധാന പൂജാരിയൊന്നും ആരും കാണാൻ പാടില്ല. പ്രത്യേകം തന്ത്രി രാജീവ് കണ്ഠരര് അവിടെ ഇരിക്കും, അയാളെ പോയി കാണാൻ പാടില്ല. അദ്ദേഹത്തെ കണ്ടാൽ നിന്റെ പേര് കേസെടുക്കുമെന്ന് ഒരു കോടതിയും പറഞ്ഞ നിയമം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആരും കാണാൻ പാടില്ല എന്ന് തുടങ്ങിയ നിയമമുണ്ട്. ദിലീപ് അവരെയൊക്കെ കണ്ടു കളഞ്ഞു എന്നാണ് പറയണേ. കാശുള്ളവൻ കെട്ടുകണക്കിന് കാശ് കൊടുത്ത് ഇവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങുന്നത് പതിവാണ്. തെലുങ്കന്മാരൊക്കെ വന്ന് കെട്ടുകണക്ക് കൊടുത്തിട്ടില്ലേ? ഈ ശബരിമലയിലെ ഒരു സീസൺ കഴിഞ്ഞ് പൂജാരി പോണത് തലച്ചപ്പെടാറ്റ് കോടിക്കണക്കിന് രൂപയും കൊണ്ട്. അത് ഈ പറയുന്ന പോലെ അദ്ദേഹം ഇരിക്കുന്ന മുറിയിൽ ചെന്ന് അദ്ദേഹത്തിന്റെ കാലിൽ അയ്യപ്പന്റെ റെപ്രസെന്റേറ്റീവ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് കാലിൽ തൊട്ട് തൊഴുത് വരം വാങ്ങുന്നുണ്ട്. അപ്പൊ പറയുന്നത് അങ്ങനെയല്ല. ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് ഓഫീസറെയും ഈ പറഞ്ഞ മറ്റേ തന്ത്രിയെയും പൂജാരിയെയും ഒക്കെ ദിലീപ് കണ്ടു കളഞ്ഞു എന്നാണ് പറയുന്നത്. എന്നെ പോലുള്ള ദരിദ്രവാസി ശബരിമല പോയാൽ ആ തിണ്ണയിലിരിക്കും, ഞാൻ അവിടെ ഇരിക്കും, ഇരുന്ന് വായിക്കൊണ്ടിരിക്കും. ഓരോരുത്തർ പണച്ചാക്കുകൾ വന്ന് ഇവരെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ച് പ്രസാദം വാങ്ങിച്ച് അവിടെ പ്രസാദം വെച്ചിട്ടുണ്ട് അവർ മുറിക്കകത്ത്. അതൊക്കെ വാങ്ങി മടിയിൽ നിന്ന് കെട്ടുകണക്കിന് ഇതിന് ദക്ഷിണ പോലെ കൊടുക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. കാരണം നമുക്ക് പൈസ കൊടുക്കാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ VIP വരുന്ന അല്ലെങ്കിൽ ഈ തന്ത്രിയും ഈ പ്രധാന പൂജാരിയൊക്കെ ഇരിക്കുന്ന ആ കെട്ടിടത്തിലെ തിണ്ണയിൽ ഞാൻ മണിക്കൂർ കണക്കിരുന്നിട്ടുണ്ട്. കാരണം എൻ്റെ കൂടെ വന്നവന്മാർ ക്യൂ നിന്ന് വരണമല്ലോ. അവർ ക്യൂ നിന്ന് ഇവിടെ വരട്ട്. അപ്പൊ തലച്ചുപടി ഇല്ലാതെ അല്ല തിരുമുടി ഇല്ലാതെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുള്ളതുകൊണ്ട് ആ തിണ്ണയിൽ ഞാൻ ഇരുന്ന് ഇറങ്ങിയിട്ടുണ്ട്. കണ്ഠരര് രാജീവര് ദിലീപിന്റെ ദക്ഷിണ വാങ്ങിയോ, അങ്ങനെ വാങ്ങാൻ പാടുണ്ടോ എന്ന് ആരെങ്കിലും ഒരു വാറോലെങ്കിലും ഇറക്കിയിട്ടുണ്ട്? അല്ലെങ്കിൽ ഇറക്കാൻ പറ്റുമോ? ഇൻഡാസ് കൊടുക്കാൻ പറ്റും? ഇപ്പൊ കണ്ഠരര് രാജീവരോട് നിങ്ങൾ ദിലീപിനെ VVIP പോലെ നിങ്ങളെ റൂമിൽ വിളിച്ച് അനുഗ്രഹം കൊടുക്കാൻ നിങ്ങൾ ആരെന്ന് ചോദിക്കുമോ? കണ്ഠരരോട് വിവരം അറിയും, നേരെ അടച്ചിടും ശബരിമലയ്ക്ക്. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ സാർ എന്നാണ് എനിക്ക് ചോദിക്കാൻ. നിങ്ങളെ വ്യക്തിഹത്യ നടത്തുന്ന, നിങ്ങളുടെ കുടുംബത്തിനെ പറ്റി അപഖ്യാതി പറയുന്ന, ചാനലുകളിൽ വന്നിരുന്ന് അനാവശ്യങ്ങൾ പറയുന്നവർക്ക് പോലും മറുപടി പറയാൻ പറ്റാത്ത ഒരാൾ ആയതിനാൽ അയാളുടെ മേൽ കുതിര കയറുന്നത് പോലെ തോന്നുന്നു സാർ. നിങ്ങൾ അയാളുടെ പേരിൽ അയാൾ എന്താ പറയുക ഹരിവരാസനം പാടി നടയടയ്ക്കുന്നത് തൊഴുതു നിന്നതിന് കേസെടുത്തു എന്ന് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. കാരണം അയാൾക്കൊരു കേസുള്ളത് കാരണം അയാൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അയാൾ ചിലപ്പോൾ ഈ ദൈവങ്ങളോടാവും തൻ്റെ മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കുന്നത്. അതിനായിട്ടാകും ഉറങ്ങാൻ പോകുന്ന നേരം അയ്യപ്പനെ തൊഴുതു നിന്നത്. അയാൾക്ക് ഇരുമുടിക്കെട്ട് ഇല്ലായിരുന്നത്രേ. കണ്ടുപിടിച്ചളഞ്ഞു കേട്ടോ ഇവിടുത്തെ കള്ളന്മാർ. നല്ല ഭയങ്കര ബുദ്ധിയുള്ള കള്ളന്മാർ, പത്രക്കാർ. അവർ കണ്ടുപിടിച്ചു. എന്നാൽ ഒരു രഹസ്യം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്. ഇരുമുടിക്കെട്ടില്ലാതെ ഞാൻ ദേവസ്വത്തിലെ 2 നേരോട് ഇതിനെ പറ്റി സംസാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ക്യാമറയുടെ മുന്നിൽ ഇരിക്കുന്നത്. ഇരുമുടിക്കെട്ടില്ലാതെ അയ്യപ്പനെ കാണാൻ പോകുന്നതാണ് സൗകര്യം. 18-ാം പടി വഴി കയറാൻ പറ്റില്ല എന്നേ ഉള്ളൂ. മറ്റ് 3 വശങ്ങളിൽ എവിടെയെങ്കിലും കൂടി കയറാം, നന്നായി തൊഴാം, ക്യൂവിൽ നിൽക്കണ്ട. ഇതറിഞ്ഞിട്ടാണോ അറിയാതെയാണോ ദിലീപ് ഏതോ വഴിയിലൂടെ കയറിയെന്നൊക്കെ മാപ്രകൾ കണ്ടുപിടിച്ചത് എന്ന് എനിക്കറിയില്ല. മാപ്രകൾ കണ്ടുപിടിച്ചു കളഞ്ഞു. ദിലീപിൻ്റെ ഇരുപടിക്കെട്ടില്ല, അത് കണ്ടുപിടിച്ചു. ഞാൻ എങ്ങനെയാ കയറിയിട്ടുള്ളത്, നടയിൽ കിടന്ന മണികളും ഒക്കെ എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് പലർക്കും അറിയില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ നമ്മുടെ പിന്നണി ഗായിക ഗാനഗോകുലം എന്ന് വിളിക്കാവുന്ന KS ചിത്ര ശബരിമലയിൽ ചെന്നിരുന്നു. അവരോടൊപ്പവും ആരൊക്കെയോ ഉണ്ടായിരുന്നു. കുറേ പെണ്ണുങ്ങളുമായിട്ടാണ് KS ചിത്ര ചെന്നത്. VIP ആയി കണ്ട് അവരെ അയ്യപ്പന്റെ മുന്നിൽ ഈ പറഞ്ഞ പോലീസും ദേവസ്വം ഉദ്യോഗസ്ഥരും കൊണ്ടു നിർത്തി. VIP പ്രസാദം തന്നെ ചിത്രയ്ക്കും കൊടുത്തു. മതിവരോളം അവർ അയ്യപ്പന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നു. ആരും എൻ്റെ ദർശനം മുടക്കിയെന്ന്
വിലപിച്ചിട്ടേ ഇല്ല സാർ ചിത്ര തൊഴുതുകൊണ്ടിരുന്നപ്പോൾ. ചിത്ര നാഷണൽ അവാർഡ് വരെ വാങ്ങിച്ച VIP അല്ലേ സാർ. അവരെ പോലെ ഒരാൾ മനമുരുകി പ്രാർത്ഥിച്ച് അവിടെ നിന്ന ആ സമയം ദ്രോഹികളല്ലാത്തതുകൊണ്ട് ഒരു അയ്യപ്പ ഭക്തരും ചിത്ര ഞങ്ങളുടെ ദർശനം മുടക്കി എന്ന് പറഞ്ഞിട്ടേയില്ല. ഒരു ജഡ്ജി അമ്മാനും കോപിച്ചിട്ടുമില്ല. ഒരേ പന്തിയിൽ 2 തരം വിളമ്പൽ പാടില്ല സാറേ. യേശുദാസിന് നിന്ന് ഹരിവരാസനം പാടാം, ചിത്രയ്ക്ക് ഇഷ്ടംപോലെ സമയം നിന്ന് പ്രാർത്ഥിക്കാം, ജയറാമിനും പാർവതിക്കും പൂ കൊടുക്കലും പൂ വാങ്ങലും ഒക്കെ ആയിട്ട് എത്ര നേരം വേണമെങ്കിലും ചെലവഴിക്കാം. ആളിൽ പൊക്കം കുറഞ്ഞ ദിലീപ് അവിടെ നിന്ന് ഭക്തരെയൊക്കെ തടഞ്ഞു എന്ന് പറഞ്ഞാൽ അതും ഒരു കോടതി പറയുമ്പോൾ കഷ്ടം എന്നേ എനിക്ക് പറയാനുള്ളൂ. പ്രോട്ടോകോൾ പ്രകാരം ആരൊക്കെയാണ് VIP-കളെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത്രേ. അവരിൽ സിനിമാ നടീനടന്മാർ പെടില്ല എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. അവന്മാര് അധകൃതരാണെന്ന് ഈ സിനിമാക്കാർ. അയ്യപ്പന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യതയുള്ള കാട്ടുകള്ളന്മാരെയും കാട്ടുകള്ളികളെയും മന്ത്രിമാരെയും ജഡ്ജിമാരെയും ഒക്കെ ജഡ്ജിമാരെ പറഞ്ഞ കഥ ഞാൻ ഇതിന്റെ പുറകെ പറയാം. ഈ ഇൻഡാസ് ഇറക്കിയ നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം ജഡ്ജി ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, എന്നിട്ട് വേണമായിരുന്നു ഈ കേസ് തന്നെത്താനെ എടുക്കാനെന്നാണ് എനിക്ക് പറയാൻ. കൈയിട്ട് വരുന്ന രാഷ്ട്രീയക്കാരും പിന്നെ അവരുടെ ലിസ്റ്റിലുള്ള രാഷ്ട്രീയ എനിക്ക് പിടിപാടുണ്ടെങ്കിൽ എനിക്ക് ശബരിമലയിൽ ഈസി ആയിട്ട് പോയിക്കൂടെ? പാർക്കിംഗ് ഏരിയയിൽ ഇടാൻ പാടില്ലാത്ത സ്ഥലത്ത് കൊണ്ടൊന്ന് കാർ ഇടാമല്ലോ. നന്തൻകോട് ദേവസ്വം ബോർഡിൽ നിന്നോ ദേവസ്വം ബോർഡ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു കത്ത് വാങ്ങിയാൽ. അല്ലെങ്കിലും സിനിമാക്കാരെ പോലീസിനും കോടതിക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ പരമപുച്ഛമാണല്ലോ. സാരമില്ല. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ നടൻ, നിർമ്മാതാവ്, തിയേറ്റർ ഉടമ, വിതരണക്കാരൻ, ഇതൊന്നും ഒരു വിലയുമില്ലെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടന്റെ അവാർഡ് വാങ്ങിയ അഭിനേതാവാണ് സാർ ദിലീപ്. അയാൾ തിയേറ്റർ ഉടമയാണ്, വിതരണക്കാരനാണ്, നിർമ്മാതാവാണ്, നടനാണ്. ഇതെല്ലാം നിങ്ങൾ കളഞ്ഞോ? അതൊന്നും ഒരു വില, ഞങ്ങൾ കോടതി അതിനെ വില വയ്ക്കില്ല എന്ന് പറഞ്ഞാലും സംസ്ഥാന സർക്കാരിന്റെ VIP ലിസ്റ്റിൽപ്പെട്ട ആളാണ് സാർ ദിലീപ്. നിങ്ങൾ ചോദിക്കുന്നല്ലോ VIP-ക്ക് കൊമ്പുണ്ടോ? ഉണ്ട് സാർ. താങ്കൾക്ക് ശബരിമലയിൽ പോയാൽ കിട്ടുന്ന പ്രിവിലേജ് ദിലീപിനും കിട്ടാം. കാരണം അയാൾ സംസ്ഥാന അവാർഡ് വാങ്ങിയ ആളാണ്. ഇത് ദിലീപിനൊരു പണി ചെയ്യാമായിരുന്നു. പണ്ട് പയസ് ഗാർഡനിൽ മദ്രാസിൽ ജയലളിത ഈ രാജാവായി വാഴുന്ന കാലത്ത് ജയലളിത പോകുന്നതിന് മുമ്പായിട്ട് അണ്ണാശാലയിൽ ആ റോഡ് മുഴുവൻ അടച്ചിടും, മണിക്കൂർ കണക്ക് ബ്ലോക്ക് ചെയ്തിടും. ജയലളിത പോയി നിയമസഭയ്ക്കകത്ത് കയറിയ ശേഷം മാത്രമേ, സെക്രട്ടേറിയറ്റ് കയറിയ ശേഷമേ പിന്നെ തുറക്കുള്ളൂ. അവരാണെങ്കിൽ ഒരു 10-100 കാറിന്റെ അകമ്പടിയിൽ ബ്ലാക്ക് ക്യാറ്റും ഒക്കെ ആയിട്ട് ജലപീരങ്കി, കുന്തം, കുടച്ചക്രം, ആംബുലൻസ് എല്ലാം കൂടി ഒരു 10-100 വണ്ടി ഉണ്ടാവും. നമുക്കൊരിക്കലും പിണറായി വിജയൻ അങ്ങനെ യാത്ര ചെയ്യുന്നത് കാണാൻ പറ്റില്ല, ഈ ജന്മം പറ്റില്ല. കാരണം അത്രയ്ക്ക് ഈ ആളുകളെ കൂട്ടിയാണ് അവർ പോകുന്നത്. റോഡിന്റെ 2 സൈഡിലും അമ്മ 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 എന്ന് വിളിച്ചുകൊണ്ട് ആളുകൾ നിൽക്കും. അപ്പോൾ ഈ പയസ് ഗാർഡനിലാണ് രജനീകാന്ത് ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീടും അവിടെയാണ്. ഒരു ദിവസം അയാൾ ഷൂട്ടിങ്ങിന് പോകാനായിട്ട് ഫിയറ്റ് കാർ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസ് തടഞ്ഞു. എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, അമ്മ പോകാൻ പോകണം, അമ്മ പോയിട്ടേ പോകാൻ പറ്റുള്ളൂ. രജനീകാന്ത് അവിടെ ഇട്ടു വണ്ടി. 5 മിനിറ്റായി, 10 മിനിറ്റായി, 15 മിനിറ്റായി, അമ്മ പോണില്ല, റോഡ് ബ്ലോക്കും. സഖി കേട്ടപ്പോൾ രജനീകാന്ത് ഒരു പണി ചെയ്തു. അയാൾ ഇറങ്ങി ഈ ഫിയറ്റ് കാറിന്റെ ബോണറ്റ് കയറി അങ്ങിരുന്നു. രജനീകാന്ത് കാറിന്റെ ബോണറ്റ് കയറി ഇരുന്ന റോഡിൽ ഇരുന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. ലക്ഷക്കണക്കിന് ആൾ വന്ന് റോഡിൽ കൂടി. പോലീസിന് ലാത്തി ചാർജ് ചെയ്യാൻ പറ്റും. മൊത്തം ബ്ലോക്കാക്കി. രജനീകാന്ത് ബോണറ്റിന്റെ പുറത്ത് ഒന്നും ഉണ്ടാവാതെ കണ്ണു ഉടച്ചിങ്ങനെ കിടന്നു. അവസാനം എന്തു പറ്റിയെന്ന് കേട്ടാൽ രജനീകാന്തിനോട് ആ കാർ എടുത്തൊന്ന് മാറ്റൂ, അമ്മയ്ക്ക് പോകണമെന്ന് പറയേണ്ടി ഒന്നും ജയിലെടുത്തു. അയാൾ കാർ മാറ്റാതെ അവിടെ തന്നെ കിടന്നു. അവസാനം പോലീസുകാർ വന്നു, സാർ സോറി സാർ, സാർ പോങ്ക സാർ എന്നാണ് അവസാനം രജനീകാന്തിനെ പറഞ്ഞു വിട്ട ശേഷമാണ് ജയിലളിതയ്ക്ക് പോകാൻ പറ്റി. ഞാൻ പറയുന്നത്, ഇപ്പൊ ഇത്രയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേര് ക്യൂ അടക്കുമ്പോൾ ദിലീപ് ആരും അറിയാതെ, സിനിമാക്കാരൻ ദിലീപ് പോണെന്ന് അറിയാതെ ഇരുമുടിക്കെട്ടില്ലാത്തതുകൊണ്ട് സർവീസ് ഗേറ്റിലൂടെ കയറി അയ്യപ്പനെ തൊഴുതിട്ട് അയാൾ അതിലേ അങ്ങ് മിണ്ടാതെ പോയനെന്നേ. നേരെ മറിച്ച് അയാൾ ഈ ഇത്രയും ആൾക്കാർ കൂടി നിൽക്കുന്നിടത്ത് കയറി അവിടെ നിന്നിരുന്നെങ്കിലുള്ള അവസാനിച്ചു. ജനം മൊത്തം അവിടെ കൂടില്ല, അയ്യപ്പന്മാർ മുഴുവൻ അയാളുടെ ചുറ്റിനും കൂടില്ല. അവിടെ മുഴുവൻ ഒരു എന്താ പറയുക, ട്രാഫിക് ജാം എന്ന് പറയും പോലെ അവിടെ മുഴുവൻ പ്രശ്നം ഉണ്ടാവില്ല. യഥാർത്ഥ ഭക്തർക്ക് തൊഴാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നേനെ. അതുണ്ടാവാതിരിക്കാനാണ് അയാൾ ഗോപ്യമായി വന്ന് സർവീസ് ഗേറ്റ് വഴി കയറി അയാൾ അയ്യപ്പന്റെ മുമ്പിൽ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ട് മിണ്ടാതെ പോയ മനുഷ്യനെ വെച്ചാണ് വലിയ വാർത്ത ഉണ്ടാക്കിയിരിക്കുന്നത്. മൊട്ട അരുൺ പറയുന്നത് ദിലീപ് ഒരു കേസിലെ പ്രതി കൂടിയാണ് എന്നാണ്. അരുണെ, എനിക്ക് തോന്നുന്നു അരുണിനടക്കം എത്ര പേർക്ക് ഞാൻ തന്നെ എത്ര കേസിലെ പ്രതിയാണ് എൻ്റെ പൊന്ന് അരുണെ. ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണോ എൻ്റെ പേരിൽ പോക്സോ അടക്കമുള്ള കേസുള്ളത്?
ശ്രീകണ്ഠൻ നായർ എത്ര കേസുകളിൽ പ്രതിയായിരിക്കും? അതൊരു കുറ്റവാളിയായതുകൊണ്ടാണ്. ഇനി ദിലീപിന്റെ പേരിൽ കേസുണ്ടെന്ന് തന്നെ വെച്ചു. അത് കോടതി പറയണ്ടേ ഇവനാണ് കുറ്റം ചെയ്തതെന്ന്? ആ ക്ഷമയെങ്കിലും കാണിക്കണ്ടേ അരുണേ? നിങ്ങളുടെ ഒരു പെൺകുട്ടിയുടെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ചാനൽ കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ ഇതിന് വിശദീകരിക്കേണ്ടത്? ഈ കേസിൽ നിന്ന് ശിക്ഷിക്കപ്പെടാതെ ദിലീപ് പുറത്തുനിന്ന് എങ്ങനെ അരുണേ നിങ്ങൾ അയാളെ മുഖത്ത് നോക്കും? നിങ്ങൾക്ക് പിന്നെ അപാരമായ തൊലിക്കെട്ടിയുള്ളതാണല്ലോ ഈ പത്രക്കാർക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് പോയി അണ്ണാ ചിറ്റപ്പ ഒരു ഇന്റർവ്യൂ തരുമെന്നും പറഞ്ഞ് നിങ്ങൾ ചെല്ലും, അതെനിക്കറിയാം. പക്ഷേ ശരിയല്ല അരുണേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്ക് ആവേശത്തോടെയാണ് മൊട്ട സംസാരിക്കുന്നത്. ചാനലിലൊക്കെ പറഞ്ഞിട്ട് മതിയെ വരുന്നില്ല എന്നുള്ളതാണ്. ദിലീപ് എന്തോ ഒരു വലിയ കുറ്റം ചെയ്ത പോലെയാണ് പറയുന്നത്. ബന്ധുവിനായി നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല അരുണേ. പക്ഷേ ഇനിയിപ്പോൾ വിധി വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് തിരിച്ചു പറയും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും മലയാള മാസം 30-ാം തീയതി ആകുമ്പോൾ 30 എന്നുള്ളൊരു ദിവസമുണ്ടെങ്കിൽ നമ്മുടെ ലീഡർ കെ കരുണാകരൻ തൃശ്ശൂർ രാമനിലയത്തിലെത്തും. അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്നുള്ള ആളുകളെയൊക്കെ ഒഴിപ്പിച്ച് അദ്ദേഹത്തിന് VIP റൂമും കൂടെ വരുന്ന എർത്തുകൾക്ക് കുറെ AC സൂട്ടും ഒക്കെ കൊടുക്കും. ഇവരെല്ലാം കൂടെ വന്ന് അവിടെ തമ്പടിക്കും. മലയാള മാസം 30-ാം തീയതി. എന്നിട്ട് യഥാർത്ഥ അവിടെ താമസിച്ചിരുന്നവരോട് പോലും പറയും 30-ാം തീയതി ഇറങ്ങിത്തരണം. 30 ഏത് ഇംഗ്ലീഷ് ഡേറ്റ് ഒന്നും നോക്കില്ല, മലയാളം 30-ന് ഇറങ്ങിത്തരണം. മലയാള മാസം 1-ാം തീയതി ഗുരുവായൂരപ്പനെ നിർമ്മാല്യം തൊഴണം ആക്ക് ലീഡർ. അപ്പൊ മുഖ്യമന്ത്രി അല്ലാത്തപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രി പോലെ തന്നെയാണ് രാമനിലയത്തിലും ഗുരുവായൂരിലും ഒക്കെ പെരുമാറിയത്. അന്ന് ഈ കോടതി എവിടെ പോയി എന്ന് എനിക്കറിയില്ല. യഥാർത്ഥ ഭക്തരെ തടഞ്ഞു നിർത്തുന്നത് ഈ കോടതിക്ക് കാണണമെങ്കിൽ, ഇപ്പൊ ദിലീപിനെതിരെ കേസെടുക്കും എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ദിലീപിനെ കൊണ്ടൊന്ന് തൊഴിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ ജഡ്ജിയോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് ഗുരുവായൂരിൽ കരുണാകരൻ വരുന്നതൊന്ന് കാണണമായിരുന്നു. 100% കറകളഞ്ഞ ശ്രീകൃഷ്ണ ഭക്തരെ കയറി കൊണ്ട് കെട്ടി മാറ്റി നിർത്തിയിട്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂടെ വരുന്ന ഒരു പിടി ശിഷ്യഗണങ്ങളും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ എർത്തുകളും 1-ാം തീയതി മലയാള മാസം 1-ാം തീയതി നിർമ്മാല്യം തൊഴുന്നത് അങ്ങ് കാണണമായിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥ ഭക്തരെ തടഞ്ഞു നിർത്തി കരുണാകരനെയും എർത്തുകളെയും പോലീസ് സുരക്ഷിതമായി, അത് പോലീസ് പരസ്യമായി യൂണിഫോം ഇട്ട പോലീസുകാർ ശ്രീകൃഷ്ണന്റെ മുന്നിലെത്തിക്കും. പറയാനുള്ളതൊക്കെ ഇരുവരും സംസാരിക്കും എന്നാണ് പറയുന്നത്, ഗുരുവായൂരപ്പനും കരുണാകരനുമായിട്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 30-ാം തീയതി കരുണാകരൻ രാമനിലയത്തിൽ എത്തുമ്പോൾ അന്ന് രാവിലെ തന്നെ ഗുരുവായൂരപ്പൻ അവിടുന്ന് അടുത്ത ഏതെങ്കിലും ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് മുങ്ങുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ശരിയാവണമെന്നില്ല, എൻ്റെ വിചാരം അങ്ങനെയാണ്. കാരണം കരുണാകരൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ 2 ദിവസത്തേക്ക് ലീവ് എടുത്ത് പോകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കണ്ണിറുക്കി കാണിച്ചും കോൾഗേറ്റ് ചിരിച്ചിരിച്ചും കൃഷ്ണനോട് പറയാനുള്ള എല്ലാം പറഞ്ഞിട്ടെങ്കിൽ പോരും. ഗുരുവായൂരപ്പൻ ഉടുത്ത പട്ടുകോണകം വാങ്ങി വന്ന് വിപ്ലവ നായികയായ KR ഗൗരിയമ്മയ്ക്ക് നൽകി UDF എടുത്ത വേന്ദ്രനാണല്ലോ കരുണാകരൻ. ഗുരുവായൂരപ്പന്റെ പട്ടുകോണകം കൊണ്ട് കൊടുത്തിട്ടല്ലേ വിപ്ലവ നായികയായ ദൈവത്തെ തള്ളി പറഞ്ഞിരുന്ന KR ഗൗരിയമ്മയെ UDF എടുത്തത്. ഗുരുവായൂരപ്പനെ തൊഴുന്നതിൽ നിന്ന് കിട്ടിയ ആത്മവിശ്വാസം രാമനിലയത്തിൽ വന്ന അവിടെ തന്നെ AK ആന്റണിക്ക് പുതിയതായി എന്ത് പാര വയ്ക്കാം എന്നുള്ളതാണ് അദ്ദേഹം ചർച്ച ചെയ്യാറ് ഈ എർത്തുകളോട്. അടുത്ത ആന്റണിക്ക് എന്തിട്ട് വയ്ക്കാം, പറയൂ നിങ്ങൾ പറയൂ എന്നിട്ട് ചെയ്യും. യഥാർത്ഥ ഭക്തനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല. പക്ഷെ കരുണാകരനെ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആന്റണിക്ക് പാര വയ്ക്കാത്ത ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു? അപ്പൊ എർത്തുകളുമായിട്ടിരുന്ന് ചർച്ചയൊക്കെ കഴിഞ്ഞ് തലസ്ഥാനത്തേക്ക് പറക്കും ലീഡർ. പറക്കുന്നത് വിമാനത്തിലല്ല, അംബാസഡർ കാറിലായിരുന്നു. പിന്നെ അത് ബെൻസായി മാറി. ആപത്തുള്ള കാലം മുഴുവൻ മുഖ്യനായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഈ യാത്രകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരു കോടതി യഥാർത്ഥ ഭക്തരെ കയറുകെട്ടി തിരിച്ച് ഒരാൾക്കായി ശ്രീകൃഷ്ണനെ കാണാൻ കയറ്റി വിടുന്നതിൽ ഒരഭംഗിയും അക്കാലത്ത് തോന്നിയിരുന്നില്ല എന്നുള്ളതാണ് വേറെ രസം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ശബരിമല പോകാൻ പറ്റാത്തതായതോടെ മുരളീധരനെ യാത്ര അയക്കുമായിരുന്നു. മുരളീധരൻ ശബരിമലയിൽ പോണത് VVIP ആയിട്ടല്ലായിരുന്നു, VVIP ആയിട്ടാണ് പോയിരുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ മുരളീധരനും വിശ്വസ്തരായ 3-4 പേരും കൂടെ ചേർന്ന് 2-3 കാറുകളിൽ ശബരിമല പോകുമായിരുന്നു, അച്ഛൻ്റെ ഇരുമുടി കെട്ടുക ആയിട്ട്. അത് വേണ്ട. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മുൻ രാജ്യസഭ MP ആയിരുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടത്തി കൊടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഗുരുവായൂരിൽ വന്നത് നിങ്ങൾ ആരും മറന്നിരിക്കാൻ വഴിയില്ല. നേരത്തെ നിശ്ചയിച്ചതാണ് 1 ഡസൻ വിവാഹങ്ങൾ മുടക്കി തൻ്റെ പാർട്ടിയിൽ 3 വെള്ളിയാഴ്ച മുമ്പ് വന്ന സിനിമാക്കാരന് വേണ്ടി ആ പ്രവർത്തകന്റെ മകളുടെ വിവാഹം പഴുതടച്ച സെക്യൂരിറ്റിയുടെ മുമ്പിൽ നടത്തി കൊടുത്തിട്ട് പ്രധാനമന്ത്രി തിരിച്ച് പറന്നുപോയി. ഞാൻ അറിഞ്ഞത് ശരിയാണോ എന്ന് എനിക്കറിയില്ല.
70 കോടി രൂപയോ മറ്റോ രാജ്യത്തിന്റെ നികുതി പണം 70 കോടി രൂപ ചെലവാക്കിയാണെന്ന് പ്രധാനമന്ത്രി പ്രത്യേക ചാർട്ടർ വിമാനത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രപതിക്ക് പോകാനുള്ള പ്രത്യേക വിമാനത്തിൽ വായുസേനയുടെ വിമാനത്തിൽ വന്ന് ഗുരുവായൂരിൽ വന്ന് കല്യാണം കൂടി തിരിച്ചു പോയതിന് 70 കോടി രൂപ ചെലവായി എന്ന് പറയുന്നു. ഒരു കല്യാണം കൂടാൻ ഗുരുവായൂർക്ക് വരുന്നു എന്നത് മാത്രമല്ല, യഥാർത്ഥ ഭക്തരെ മുഴുവൻ അദ്ദേഹം വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്താക്കി പോയിട്ടും അദ്ദേഹം തിരിച്ചു പോയിട്ടും മണിക്കൂറുകളോളം റൂമുകൾ പോലും കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. എന്താ ഈ കോടതി അത് കാണാത്തത്? നിങ്ങൾ ചോദിക്കണ്ടേ നരേന്ദ്രമോദിക്ക് കൊമ്പുണ്ടോന്ന്? യഥാർത്ഥ ഭക്തരെ ഇങ്ങനെ തടയാമോ? അല്ലെങ്കിൽ നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച വിവാഹം മുടക്കിക്കൊണ്ട് ഒരുത്തന്റെ കല്യാണത്തിന്, അന്ന് സുരേഷ് ഗോപി രാജ്യസഭ MP സ്ഥാനം കഴിഞ്ഞ കാലമാണ്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് MP ആയിട്ടില്ല, മന്ത്രി ആയിട്ടില്ല. ഒരു സാധാരണ MP-യുടെ മകളുടെ കല്യാണത്തിന് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നത് തെറ്റ്. വന്നാൽ തന്നെ ഇത്രയും രൂപ ചെലവാക്കി വന്നാൽ തന്നെ യഥാർത്ഥ ഭക്തരെ വഴിമാറ്റി നടത്തിയിട്ട് ഒരു ദിവസം മുഴുവൻ മുൾമുനയിൽ നിർത്തിയിട്ട് ആ ഗുരുവായൂരപ്പനെ കയറി കണ്ട് കല്യാണം നടത്തിപ്പോയത് ശരിയാണോ എന്ന് ചോദിക്കണ്ടേ? ഇവിടുത്തെ ഒരു കോടതിക്കും തോന്നിയില്ല ഇത് അധികാര ദുർവ്യയമാണെന്നോ ഭക്തന്മാരുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നോ ഒരാളും പറഞ്ഞില്ല. അടുത്ത്, കൊറോണ കാലത്ത് ഒരാളും റോഡിൽ ഇറങ്ങാൻ പാടില്ല, പരമാവധി വീട്ടിൽ തന്നെ ഇരിക്കണം. പുറത്തിറങ്ങണമെങ്കിൽ അതിന് പർപ്പസ് ഉണ്ടാവണം. മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങാൻ പോവുകയാണെങ്കിൽ ഡോക്ടറുടെ ഷീറ്റ് ഉണ്ടാകണം. ഇല്ല എങ്കിൽ ഫൈൻ അടിക്കുമായിരുന്നു. ഞാൻ തിരുമലയിൽ നിന്ന് പൂജപ്പുര മെഡിക്കൽ സ്റ്റോറിലേക്ക് വരുമ്പോൾ എൻ്റെ പേപ്പർ വാങ്ങി പരിശോധിച്ചിട്ടേ എന്നെ വിട്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള കാലത്ത് നമ്മുടെ മോഹൻലാൽ, അതും ഒരു സിനിമാക്കാരനായിരുന്നേ, ഒരു മൊയലാളിയുടെ കുട്ടിയുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ മൊയലാളി അയച്ചു കൊടുത്ത ഹെലികോപ്റ്ററിൽ എറണാകുളത്ത് നിന്ന് കയറി ഗുരുവായൂരിൽ വന്നിറങ്ങി ആ കല്യാണത്തിൽ സർക്കാരിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട്. ഈ മൊയലാളിയൊക്കെ കാണുമ്പോൾ മുട്ടുമടക്കുമല്ലോ സർക്കാർ. ഒരു സർക്കാരിൻ്റെയും ഒരു ഏമാന്മാരും തടഞ്ഞില്ല. രവിപിള്ളയെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. സർക്കാരിന്റെ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ മൊയലാളിക്ക് വേണ്ടി ആ കല്യാണം നടത്തിയത്. വിവാഹത്തിലും പങ്കുകൊണ്ട് പായസമൊക്കെ കുടിച്ച് ഏമ്പക്കമൊക്കെ വിട്ട് വന്ന ഹെലികോപ്റ്ററിൽ തന്നെ മോഹൻലാൽ മടങ്ങി. നിയമം ലംഘിച്ച മോഹൻലാലിനെതിരെ പിണറായിയുടെ പോലീസ് കേസെടുത്തോ? അല്ലെങ്കിൽ ഈ സ്വമേധയാ കേസെടുക്കാൻ നടക്കുന്ന കോടതി, ദേവസ്വം വിങ് കേസെടുത്തോ? എടുക്കിയില്ല. കാരണം മൊയലാളി സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും വേണ്ടപ്പെട്ട ആളാണ്. കോടതികൾക്കും അറിയാം ഇതൊരു വലിയ മൊയലാളിയുടെ മോളെ കല്യാണമാണ്. ഏതെങ്കിലും കോടതി ഇക്കാണിച്ചത് മോശമായിപ്പോയെന്ന് സ്വമേധയാ പറഞ്ഞോ? ഇല്ല. ഒരു മോഹൻലാൽ അല്ലല്ലോ ദിലീപ്, അതുകൊണ്ട് ദിലീപിനെ പറയാം. അടുത്ത്, മുകേഷ് അംബാനിയെ നമ്മൾ പറയണ്ടല്ലോ. മുകേഷ് അംബാനിയും കുടുംബവും AK-47 പിടിച്ച ഒരു സംഘം സെക്യൂരിറ്റിക്കാരുമായിട്ട് ഗുരുവായൂരടക്കം ഏതെല്ലാം അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് പോയി. ദൈവത്തിനെ കാണാൻ പോകുമ്പോൾ സെക്യൂരിറ്റി എന്തിനെ? ദൈവം പ്രൊട്ടക്ഷൻ കൊടുക്കൂലേ? അതിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് 4 ചുറ്റിന് AK-47 പിടിച്ച സെക്യൂരിറ്റിക്കാരെയും കൊണ്ടല്ലേ ഈ പറയുന്ന മുകേഷ് അംബാനിയും ഭാര്യയും പരിവാരങ്ങളും ഗുരുവായൂരിൽ വന്നത്. യഥാർത്ഥ ഭക്തരെ അവിടെ എങ്ങും ഈ നിയമപാലകർ കാണുന്നില്ല. കണ്ടാലും കണ്ണടയ്ക്കും. കാരണം കക്ഷി ഇന്ത്യയെ വിലയ്ക്ക് വാങ്ങാൻ കെൽപ്പുള്ള മൊയലാളിയല്ലേ. അതുകൊണ്ടാണ് പ്രശ്നം. ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ സുഹൃത്തായ, അല്ലെങ്കിൽ എൻ്റെ ഒരു അനിയനെ പോലെ എനിക്ക് ഇഷ്ടമുള്ള രാജൻ ജോസഫ് എന്ന ആളുണ്ടല്ലോ, എനിക്കെതിരെ പോസ്റ്റൊക്കെ ചെയ്ത രാജൻ ജോസഫ്. അദ്ദേഹം കണ്ണൂരിൽ എന്തോ ഒരു കേസിന്റെ ജാമ്യമില്ലാ വകുപ്പിട്ടെടുത്ത കേസിന് ജാമ്യത്തിനൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു പ്രോഗ്രാം ചെയ്തത് ഈ ദിലീപിന്റെ അമ്പല യാത്രയെക്കുറിച്ചാണ്. ഇത്രയും വൾഗാരിറ്റിയായിട്ട് ഒരു പത്രപ്രവർത്തകനെന്ന് സ്വയം പറയുന്ന രാജൻ ജോസഫിന് എങ്ങനെ ഇതൊക്കെ സംസാരിക്കാൻ കഴിയുന്നു എന്നാണ് ആലോചിക്കുന്നത്. അത് കണ്ടോണ്ടിരുന്നാൽ തോന്നും ദിലീപ് ഇദ്ദേഹത്തിന്റെ സഹോദരിയെ കല്യാണം കഴിച്ചിട്ട് ബന്ധം വളർത്തി എന്തോ ചെയ്ത് എൻ്റെ പകയുണ്ട് എന്ന് തോന്നും. അത് കേട്ടാൽ നിലവാരം എത്ര ഇല്ലയോ അത്രയും അധപ്പതിച്ച് സംസാരിച്ചിരിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ അയാൾ ഒരു സംസ്ഥാന അവാർഡ് വാങ്ങിച്ച ഒരു നടൻ, ഒരു ജനപ്രിയനായ ഒരു നായകൻ. നിങ്ങളുടെ ഭാഷയിൽ ചിലപ്പോൾ അയാൾ എന്താ പറയുക, പീഡനം നടത്തിയ അല്ലെങ്കിൽ അതിന് ഒത്താശ ചെയ്ത ആളായിട്ട് നിങ്ങൾ വെച്ചോ, കോടതി വിധി പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പറയാമല്ലോ. അയാൾ പറയുന്നത് ദിലീപിനെ ശബരിമലയിലേക്ക് കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുപോയത് പിണറായി വിജയനാണ്. എത്ര തെമ്മാടിത്തരമാണ് പറയണത് നിങ്ങൾ ആലോചിച്ചു. അത് പിണറായി വിജയൻ എന്ന് പറയില്ല, അതിന് പകരം ഇദ്ദേഹത്തെ എന്താ പറയുക, പിണറായി വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, കാരണഭൂതൻ. വേണമെങ്കിൽ ഇപ്പൊ നാളെ രാജ ഒരു എപ്പിസോഡ് ചെയ്യും. ഞാൻ പിണറായി വിജയനെ പറഞ്ഞിട്ടില്ല. അത് ശാന്തിയുള്ള ദിനേശ് എന്ന് പറയുന്നത് ദിനേശ് ഏട്ടന്റെ സ്വന്തം തോന്നലാണെന്ന് പറയും. രാജൻ അങ്ങനെ നട്ടലില്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. ഒന്നും ആരും പേര് പറയില്ല. എന്നിട്ട് അത് അങ്ങനെയാണ്, നിങ്ങൾ ഇന്ന ആളിനാണല്ലോ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും. കാരണം ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. അയാൾ പറയുന്നത്
ദിലീപിനെ ശബരിമലയിലേക്ക് കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുപോയത് കാരണഭൂതൻ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ADGP പറഞ്ഞു കൊടുത്ത മണ്ടത്തരത്തിന്റെ പേരിൽ സാർ എല്ലാ തെളിവുകളും ഉണ്ട് സാർ, അയാൾ അറസ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ ഒരു മുഖ്യമന്ത്രിക്ക് ഒരിക്കലും അറസ്റ്റ് ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ല. അറസ്റ്റ് ചെയ്തോളൂ. ഈ സമയം വരെ ആ ADGP പെൻഷനായി. പക്ഷെ ഇത്രയും കാലത്തിനിടയിൽ ദിലീപിനെ ഈ കേസിൽ കൊടുക്കാവുന്ന ഒരു തെളിവ് പോലും, വ്യക്തമായ ഒരു തെളിവ് പോലും കണ്ടെത്താനാവാതെ പോയ ഒരു അന്വേഷണ ഏജൻസി. ഞാനത് കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. പക്ഷേ പിണറായി വിജയന് ദിലീപ് നിരപരാധിയായിരുന്നു, അയാളെ പെടുത്തിയതാണെന്ന് അറിയാമെന്ന് DGP ആയിരുന്ന ശ്രീലേഖ മാഡം പറഞ്ഞു. IPS കാരിയാണല്ലോ. അല്ല, വഴിയവണ ദിനേശ് അല്ലല്ലോ പറഞ്ഞു. സംസ്ഥാനത്തെ DGP ആയിരുന്ന, DGP എന്ന് പറഞ്ഞാൽ മറ്റേ ഇതല്ല, അവരെ ഫയർഫോഴ്സിൽ എവിടെയാണ് അവസാനം ഇരുന്നതെന്നുണ്ട്. പെൻഷനായത് അവിടെ എവിടെ ഇരുന്ന ജയിൽ DGP ആയിരുന്ന ശ്രീലേഖ മാഡം പറയുന്നു, ഞാൻ വിശദമായി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തു മുഖ്യമന്ത്രിക്ക്. അദ്ദേഹം എല്ലാം കേട്ടു. പക്ഷേ അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല. കാരണം പിണറായി വിജയനെ പോലൊരു ബുദ്ധി രാക്ഷസനെ പെടുത്തിയതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, മറ്റേ ADGP. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു സ്ഥലത്ത് ശബരിമലയിലേക്ക് 88 ദിവസം ലോക്കപ്പിൽ ജയിലിൽ പിടിച്ചിട്ട ദിലീപിനെ മുഖ്യമന്ത്രി തന്നെ ശബരിമലയിൽ എഴുന്നള്ളിച്ചുകൊണ്ട് പോയി എന്നാണ് ഈ വങ്കത്തരം. എങ്ങനെ രാജാ നിങ്ങൾ പറയണേ? 41 ദിവസം നൊയമ്പെടുത്തിട്ടാണോ ഈ തെമ്മാടി പോയതെന്ന് രാജൻ അറിയില്ല. രാജാ തെമ്മാടി എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? ദിലീപിന് അയാൾ ഈ നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതി ആകുന്നത് വരെ അയാൾ ഒരു പെറ്റി കേസ് പോലും കേരളത്തിലെ ഒരു കോടതിയിൽ. രാജാ, അയാൾക്ക് കൊടുത്ത ലക്ഷങ്ങളുടെ ചെക്ക് ബൗൺസായി, കേസായി. ദിനേശ് പണിക്കർ എന്ന് പറഞ്ഞ നിർമ്മാതാവിനെ പിടിച്ച് അകത്തിട്ടപ്പോ അയാൾ ജയിലിൽ കിടന്നില്ല. നിങ്ങളൊക്കെ ജയിലിൽ കിടന്നു എന്ന് പറയും. അയാൾ ആശുപത്രിയിലാണ് കിടന്നത്, ദേഹാസ്വാസ്ഥ്യം വന്ന ആശുപത്രിയിലായി. പക്ഷേ അയാൾ ജയിലിലായി എന്ന് പറഞ്ഞപ്പോഴാണ് ദിലീപ് അറിയുന്നത് ഞാൻ കൊടുത്ത കേസിലാണ് അയാൾ അറസ്റ്റ് ചെയ്തത്. അപ്പൊ തന്നെ എനിക്ക് കേസില്ല, ഞാൻ ആ കാശ് ഇവിടെ വെച്ച് കളയുന്നു എന്ന് പറഞ്ഞ ആളാണ് രാജാ ദിലീപ്. ശാന്തകുമാരി എന്ന് പറഞ്ഞ ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ, ചുവന്ന വിത്തുകൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് തന്നെ സംസ്ഥാനത്തെ മികച്ച നടിക്കുള്ള അവാർഡ് വാങ്ങിച്ച ശാന്തകുമാരി റോഡെ നൈറ്റിയും പുതപ്പും തോർത്തും വിറ്റ് നടക്കുന്ന കണ്ടപ്പോൾ കാറ് നിർത്തി അപ്പം 5 ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ട് അവർക്ക് ഒരു വീട് കിട്ടാനുള്ള എല്ലാ പണി അമ്മയിൽ നിന്നുള്ള എല്ലാം ഏർപ്പാടാക്കി കൊടുത്ത ആളാണ് രാജാ നീ പറയുന്ന തെമ്മാടി എന്ന് പറയുന്ന ദിലീപ്. KPSC ലളിതയുടെ മകളുടെ വിവാഹത്തിന് സ്വർണം വാങ്ങാൻ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് അവർ നിൽക്കുമ്പോൾ അവരെ വിളിച്ചിട്ട് ചേച്ചി കല്യാണത്തിന്റെ കാര്യങ്ങളെ ഒരുക്കങ്ങളൊക്കെ എന്തായി എന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നു, എല്ലാം ഓക്കെ ആയോ ചേച്ചി? ഒന്നും ആയില്ല ദിലീപേ, കാശില്ല, സ്വർണം വാങ്ങട്ടെ ശ്രീകുട്ടിക്ക്, ഞാൻ അത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതറിയാനാണ് വിളിച്ചത്. അല്പസമയത്തിനകം ചേച്ചി ഒരാൾ വന്ന് കാണുമെന്ന് പറഞ്ഞു. ലളിത ചേച്ചി പറഞ്ഞതാണ്, അല്ല വേറെ ആരും പറഞ്ഞല്ല, ലളിത ചേച്ചി പറഞ്ഞതാണ്. ഒരു പൊതിക്കെട്ട് കൊണ്ടു തന്നു, എൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ട ചെലവ്, സ്വർണം വാങ്ങാനുള്ള കാശ്. ദിലീപ് എന്ന് പറഞ്ഞ മനുഷ്യ സ്നേഹിയായ ചെറുപ്പക്കാരൻ ഒരു കെട്ട് കൊടുത്തയച്ചു എന്നാ പറഞ്ഞു. തിരിച്ചു കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? ലളിത ചേച്ചി ഇല്ല, സിദ്ധാർത്ഥനെ കാണുമ്പോൾ ചോദിക്കും. എൻ്റെ പൊന്നു രാജാ, ഒരുത്തൻ വീണ് കിടക്കുമ്പോൾ അവൻ അല്ലെങ്കിൽ കോടതിയുടെ ഇത് പ്രൊട്ടക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നിയമാവലിയിൽ പ്രതികരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അയാൾ മിണ്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് രാജാ ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരുത്തനെ തെമ്മാടിയെന്നും അലവലാതി എന്നൊക്കെ വിളിക്കരുത് രാജാ. അത് പത്രപ്രവർത്തകർക്ക് തന്നെ നാണക്കേടാണ്. തിരിച്ച് രാജനോട് വേണമെങ്കിൽ തെമ്മാടി എന്നൊക്കെ വിളിക്കാനുള്ള കുറെ രാജന്റെ ചെയ്തികൾ വേണമെങ്കിൽ അങ്ങോട്ട് പറയാൻ ഞാൻ പറയുന്നില്ല. യവൻ എന്ത് നോമ്പ് എന്നാണ് രാജൻ ചോദിക്കുന്നത്. വെളുപ്പിനെ എണീറ്റ് കുളിക്കണം, പച്ചക്കറി മാത്രമേ കഴിക്കാവൂ. ഇത് രണ്ടും ദിലീപ് ചെയ്യില്ല എന്ന് രാജൻ എങ്ങനെ അറിയാം? വ്രതശുദ്ധി എന്നാൽ സെക്സ് വരെ ഒഴിവാക്കണം എന്നാണ് രാജൻ ജോസഫ് പറയുന്നത്. ദിലീപ് എല്ലാ ദിവസവും സെക്സ് ചെയ്തുകൊണ്ട് കിടക്കുന്നത് രാജൻ എവിടെ കണ്ടേ? രാജാ, വളർന്നു കിടന്ന് തുപ്പരുത് രാജാ. വളരെ മോശമായിപ്പോയി തൻ്റെ ഭാഷ എന്നാണ് ഞാൻ പറയുന്നത്. അത് സെക്സ് ഇല്ലാതെ അവന് ജീവിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. എന്താ ദിലീപിന്റെ കൂടെ ഇദ്ദേഹം നടന്നിരുന്നോ? ദിലീപ് ഒരു കാമപ്രാന്തൻ എന്നുള്ളതിന് എന്താ തെളിവ് രാജന്റെ കയ്യിലുള്ള? ഞാൻ പറഞ്ഞ ഈ ദിലീപ് സത്യം പറഞ്ഞ പല നേരത്തും എനിക്ക് തോന്നിയോ ഒരു പൊട്ടനോ ഷണ്ടനോ ആണെന്ന്. കാരണം ഈ കേസ് കഴിഞ്ഞ് പുറത്തു വന്നാൽ ഈ രാജൻ ജോസഫ് അടക്കമുള്ള എണ്ണി ഞാൻ പറഞ്ഞുതരാം പേരുകൾ. ഇവന്റെയൊക്കെ പേരിൽ മാനനഷ്ട കേസ് ഫയലാണ്. നിന്റിൽ എന്തായാലും 10-500 കോടിയെങ്കിലും ഉണ്ടാവുമല്ലോ. ഒരു 100 കോടി രൂപ ഇപ്പൊ കേസിന് പോയെങ്കിലും ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ആ തിയേറ്റർ വിൽക്കണമെന്നേ നിങ്ങൾ. ആ തിയേറ്റർ വിറ്റെങ്കിലും 1 കോടി രൂപയ്ക്ക് മിനിമം ഈ രാജൻ ജോസഫിനെ പോലുള്ളവരുടെ പേരിൽ മാനനഷ്ട കേസ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അവൻ പറയാണ് സെക്സ് ഇല്ലാതെ ദിലീപിന് ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റുമെന്ന് തോന്നില്ല, പിന്നെ എങ്ങനെ 41 ദിവസം
വ്രതം എടുത്തു എന്നാണ് ചോദിക്കുന്നത്. ഇവൻ ശബരിമലയിൽ പോയി ദേവസ്വം ബോർഡ് സ്വീകരിച്ചു കൊണ്ട് നടക്കണം. ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ ദിലീപിനെ സ്വീകരിച്ചു കൊണ്ട് നടക്കുന്ന ഒരു വിഷ്വല് രാജന് കാണിച്ചു തരാമോ? ഏതെങ്കിലും ഒരു ചാനലിൽ നിന്ന് എടുത്ത് കാണിക്കും, അടുത്ത എപ്പിസോഡിൽ കാണിക്കും. ഇവന് പ്രത്യേക പരിഗണന, ബാക്കിയുള്ളവർ ക്യൂ നിന്ന് കയറുന്നു. ഇവനെ VIP ആയി സന്നിധാനത്ത് ദർശനം അനുവദിച്ചു. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? ഒരു അന്യനെ കയറി എടാ പോടാ പട്ടി തെണ്ടി നീ അലവലാതി എന്നൊക്കെ പറയാൻ, തെമ്മാടി എന്നൊക്കെ വിളിക്കാൻ എന്ത് അവകാശം? രാജൻ എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തനം എന്നുള്ളൊരു കൊമ്പുണ്ടോ നിനക്ക്? കേരള പോലീസ് ആദ്യം പറയാണ്, കേരള പോലീസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തോന്നി. ഇപ്പൊ ഒരു ജാമ്യം എടുത്തിട്ട് വന്നേ ഉള്ളൂ. പോലീസ് എന്നൊക്കെ പോലീസിനെ വിളിച്ചാൽ വിവരം അറിയുന്നുണ്ടപ്പോൾ ഓടാൻ അങ്ങ് തിരുത്തി അവനെ കൊണ്ട് നടന്നു. ഈ പോലീസ് കൊണ്ട് നടന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്, അവർക്ക് ആത്മാർത്ഥമായി പണിയെടുക്കാൻ ആഗ്രഹമുണ്ട്, മോളിൽ നിന്ന് നിർദ്ദേശിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ രാജാ നീ സംസാരിക്കുന്നത്? മേളിൽ നിന്ന് ഇപ്പോ ഇങ്ങനെ ആവട്ടെ, സഖാവ് ശശി ആവട്ടെ, പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവട്ടെ, ദിലീപ് ശബരിമലയിൽ വരുന്നുണ്ട്, കേരള പോലീസിന്റെ എല്ലാ സെക്യൂരിറ്റിയും കൊടുക്കണമെന്ന് ഇവരിൽ ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രാകേഷോ ആരോ ആവട്ടെ, അവരാരെങ്കിലും ഒരു അഡ്വൈസ് കൊടുത്ത, അല്ലെങ്കിൽ ഒരു ശുപാർശ കൊടുത്ത, നിർദ്ദേശം കൊടുത്ത ഒരു തെളിവ് രാജന്റെ കയ്യിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് വിരോധം അല്ലെങ്കിൽ പിണറായി വിരോധം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദിലീപിനോട് വിരോധമുണ്ടെങ്കിൽ നട്ടകുരുക്കാത്ത കള്ളം പറഞ്ഞിട്ട് ഞാനാണ് പത്രക്കാരൻ തെളിഞ്ഞു നടക്കുന്നത് ശരിയാണോ രാജ? കാരണഭൂതന്റെ കയ്യിലല്ലേ ഭരണം? കാരണഭൂതന്റെ ഓഫീസിൽ നിന്ന് ഓർഡർ വന്നു കഴിഞ്ഞാൽ യവനെ കൊണ്ട് നടക്കേണ്ടേ പോലീസ് എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. പൂജിച്ച് ആദരിച്ച് പോലീസ് കൊണ്ട് നടക്കും. ശബരിമല അയ്യപ്പന് പകരം യവനെ അവിടെ കൊണ്ടിരുത്തും. യവൻ എന്ത് കരുതി? ഒരു കേസ് വന്നാൽ ഞാൻ മിണ്ടാതിരിക്കുമെന്ന് കരുതിയോ? ആരെ ഇത് ദിലീപിനാണോ പിണറായി ആണോ എന്ന് യവനെന്ന് വിളിക്കുന്നത്? ഞാൻ ഇറങ്ങും എന്നാണ് പറഞ്ഞത്. രാജ ഇറങ്ങിയ ഒരു ചുക്ക് സംഭവിക്കില്ല. കാരണം രാജനെ പഠിച്ചവരാണ് മലയാളി. രാജൻ ഈ വാചകം അടിക്കുന്ന രാജൻ ആരാണെന്ന് കൃത്യമായിട്ട് അറിയാം രാജ. ഇനിയിപ്പോ എന്നെ പറ്റി നീ തെറി എപ്പിസോഡൊന്നും ചെയ്തു കളയരുത്. ഞാൻ സത്യം ഉള്ളത് തുറന്നു പറയാണ്. ഇത്രയും കേട്ടപ്പോ എൻ്റെ ക്ഷമ കെട്ടു. ഞാന് എന്താ പറയാ, എൻ്റെ ആ പ്രോഗ്രാം അവിടെ വെച്ച് ഞാൻ അവസാനിപ്പിച്ചു. അതിനുശേഷം എത്ര തെറി വിളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പോലീസുകാർ പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ട് ദിലീപിനെയും കൊണ്ട് ശബരിമലയിൽ ഇങ്ങനെ സ്വീകരിച്ച് ആനയിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞിടത്ത് വെച്ച് എനിക്ക് തോന്നി ഇനി കാണുന്നത് ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ ഫോണിനെ ഞാൻ തല്ലിപ്പൊട്ടിക്കേണ്ടി വരും, അല്ലെങ്കിൽ അപ്പം തന്നെ ഫോൺ ചെയ്ത് രാജന് തെറി പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് അത് അവസാനിപ്പിച്ചു. ഞാൻ വളരെ ഇതായിട്ട് പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞുവെങ്കിൽ പറയാണ്, ദേവസ്വം ബോർഡിന്റെ PRO ആയിട്ട് 16 വർഷം എന്തോ PRO ആയിരുന്നു കോട്ടയ്ക്കൽ മുരളി കോട്ടയ്ക്കൽ. എൻ്റെ വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്താണ്. ഞാൻ മുരളിയെ വിളിച്ചപ്പോൾ മുരളി പറഞ്ഞതാണ് ഡ്രസ്. SP ബാലസുബ്രഹ്മണ്യം വന്നപ്പോൾ തമിഴിലും തെലുങ്കിലും മലയാളത്തിലും SP ബാലസുബ്രഹ്മണ്യത്തിനാണ് ഹരിവരാസനം അവാർഡ് എന്നുള്ള പ്രഖ്യാപിച്ചപ്പോൾ മുരളിയോട് SP ബാലസുബ്രഹ്മണ്യം ചോദിച്ചു എന്ന്, ഈ തെലുങ്കും തമിഴും നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു? അപ്പോൾ അവിടെ എല്ലാ ഭാഷയിലും സംസാരിക്കാനുള്ള ആളുണ്ട്. അവരിൽ നിന്ന് മലയാളത്തിൽ മുരളി എഴുതിയെടുത്തു. എന്നിട്ട് മുരളി അത് വെച്ചാണ് ബൈക്കിൽ കൂടെ പറഞ്ഞത്. കലാഭവൻ മണി, ആലപ്പി രംഗനാഥ്, P ജയചന്ദ്രൻ, ജയവിജയന്മാരിൽ ജയൻ, KS ചിത്ര, MG ശ്രീകുമാർ, ഗംഗയ്യമരൻ, ഇളയരാജ, സംഗീത സംവിധായകൻ M ജയചന്ദ്രൻ, മോഹൻലാൽ മുതലായവരൊക്കെ വരുമ്പോൾ, ജയറാം, ദിലീപ് ഇവരൊക്കെ വരുമ്പോൾ മുരളി കൊണ്ട് നടന്ന് യഥാർത്ഥ ഇത് ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ പൂജാരിയിൽ നിന്ന് ഞാൻ അഭിമാനത്തോടെ പ്രസാദം വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്ന് എൻ്റെ മുരളി പറഞ്ഞു. അതുപോലെ ജയൻ രവി എന്ന് പറഞ്ഞ തമിഴിലെ നടൻ എല്ലാ മകരവിളക്കിനും ശബരിമലയിലെത്തും. ദേവസ്വം ബോർഡ് അദ്ദേഹത്തിന് വിളക്ക് കാണാനായി പറ്റുന്ന സ്ഥലത്ത് കൊണ്ട് നിർത്തി കൊടുക്കും. ഇതൊക്കെ ഒരു ഭക്തിയുടെ അല്ലാതെ ഈ പൈസ വാങ്ങിച്ചിട്ടാണ് ജയൻ രവി പൈസ കൊടുത്തിട്ടാണ്? ഒരിക്കലും അല്ല. അതുപോലെ തന്നെ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന ഹർജിത് പസായത്ത്, ഇപ്പോ ദിലീപിനെതിരെ ഇൻഡാസ് ഇറക്കിയ ജഡ്ജി ഒന്ന് കേൾക്കേണ്ടതാണ് ഞാൻ പറയുന്നത്. സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന ഹർജിത് പസായത്ത് നോയിഡയിലാണ് അദ്ദേഹം താമസിക്കുന്നത്, ഡൽഹിയിൽ. മകരവിളക്ക് സമയത്ത് അദ്ദേഹം വരും, ഇത്തവണയും വരും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പെൻഷനായി, സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹത്തിന് VIP പരിഗണന കൊടുത്ത് മുരളി അടക്കമുള്ളവർ കൊണ്ട് നടക്കുമായി. മുരളി പറഞ്ഞത്, അദ്ദേഹം ജഡ്ജിയെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമമായി. ഏതോ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് എന്തോ ഒരു ആവശ്യത്തിന് മുരളിക്ക് ഡൽഹി പോയിട്ട്, നോയിഡയിൽ പോയിട്ട്, അപ്പോൾ അവിടെ എവിടെയാണ് ഇദ്ദേഹം താമസിക്കുന്നത് അറിയാം, പക്ഷെ അറിയില്ലല്ലോ എവിടെയാണ്. അങ്ങനെ ഒരു രാവിലെ മോർണിംഗ് വാക്കിന് മുരളി നോയിഡ വഴി നടക്കുമ്പോൾ ഒരു ഗേറ്റിൽ ഒരു ബോർഡ് ഇരിക്കുന്നു. നോക്കുമ്പം ഈ പറഞ്ഞ ഹർജിത് പസായത്ത് റിട്ടയർഡ് ജസ്റ്റിസ് എന്നെഴുതിയിരിക്കുന്നു. മുരളി ആ ബോർഡ് എന്നിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തുനിന്ന് ഗൂർക്ക ഇറങ്ങി വന്ന് പോകാൻ പറഞ്ഞു. ചലോ 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 ചലോ, അതിൻ്റെ മുമ്പ് നിൽക്കില്ലെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി.
പട്ടി ചള്ളു കുരയ്ക്കുന്നു. ഈ പട്ടിയുടെ കുരയും സെക്യൂരിറ്റിക്കാരന്റെ ഷൗട്ടിങ്ങും എല്ലാം കേട്ടപ്പോൾ വീടിന്റെ 2ാമത്തെ നിലയിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു, ഹലോ മുരളി എന്ന് വിളിക്കുന്നു. മുരളിക്ക് അതിശയമായി. കാരണം അദ്ദേഹം പെൻഷനായ ശേഷം ശബരിമല വരാത്ത ആളാണ്. മുരളി നോക്കുമ്പോൾ ഈ പറഞ്ഞ സുപ്രീം കോടതി ജസ്റ്റിസ് ഹരിജിത്ത് പസായത്താണ് അവിടെ നിന്നിട്ട് ഹലോ മുരളി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഹലോ മുരളി എന്ന് ജസ്റ്റിസ് വിളിക്കുന്ന കേട്ടപ്പോൾ ഈ സെക്യൂരിറ്റിക്കാരൻ ഗൂർക്ക ആകെ ഇതായി ചമ്മി. അയാൾ ഗേറ്റ് തുറന്ന് മുരളിയെ കൊണ്ടുപോയി അകത്തിരുത്തി. ജസ്റ്റിസ് ഇറങ്ങി വന്ന് രണ്ടുപേരും കൂടെ ചായ കുടിച്ച് ഒരുപാട് നേരം സംസാരിച്ചിട്ടാണ് തിരിച്ചു വന്നതെന്ന് മുരളി പറഞ്ഞു. മുരളി പറയാണ്, അദ്ദേഹം വരുമ്പോൾ പല സംസ്ഥാനങ്ങളിലുമുള്ള ജഡ്ജിമാരെയും കൂട്ടിയാണ് വരുന്നത്. ഇവർക്കെല്ലാം ഞാൻ റൂം നേരത്തെ തന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കും. ഈ പറഞ്ഞ ദിലീപിനെതിരെ കേസെടുക്കാൻ പോകുന്ന ജഡ്ജി ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മുരളി പറഞ്ഞത് ഡോണർ ഹൗസുകൾ എന്ന് പറഞ്ഞ് അവിടെ ഒരുപാട് റൂമുകളുണ്ട്. പക്ഷെ അത് നമുക്ക് ഭക്തർക്ക് നേരത്തെ ബുക്ക് ചെയ്യാം. പക്ഷേ ശബരിമല ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യാൻ പറ്റും. അത് മന്ത്രിമാർ, MLA മാർ, MP മാർ, ജഡ്ജിമാർ, ഈ വരുന്ന ദിലീപിനെയൊക്കെ പോലെ വരുന്ന VIP മാർക്കൊക്കെയാണ് ആ റൂം കൊടുക്കാറ്. അത് ശബരി ഗസ്റ്റ് ഹൗസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. സ്റ്റാഫ് ഗേറ്റ് വഴി ഇരുമുടിക്കെട്ടില്ലാതെ കയറാം. ഞാൻ PR ആവുന്നതിന് മുമ്പൊക്കെ ഞാൻ ഇരുമുടിക്കെട്ടുമായിട്ട് പോകുമായിരുന്നു ദിനേശെ. പക്ഷെ ഞാൻ PR ആയ ശേഷം 2 മാസക്കാലം ശബരിമല സീസൺ കാലം ഞാൻ അവിടെ 16 വർഷം കഴിഞ്ഞപ്പോഴും ഞാൻ ഇരുമുടിക്കെട്ടുമായിട്ട് പോകാറില്ല. കാരണം എല്ലാ ദിവസവും കയറുകയല്ലേ. അത് ഈ സ്റ്റാഫിന്റെ ഗേറ്റ് വഴിയാണ് കയറുന്നത്. അതൊരു നിയമലംഘനമല്ല, അത് തെറ്റാണ് അങ്ങനെ പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൊതിക്കെറിവുള്ള ആരെങ്കിലും ചെവിയിൽ പറഞ്ഞു തരുന്നത് കേട്ട് ദിലീപിനെ പോലെ ഒരു യഥാർത്ഥ ഭക്തനെ, അയാളൊരു അന്ധമായ ദൈവവിശ്വാസി, അയാളുടെ പേരിലൊക്കെ കേസെടുക്കാനും അന്വേഷിക്കാനൊക്കെ പോകുന്നതിന് പകരം ക്ഷേത്രങ്ങളുടെ എന്തെല്ലാം അന്യാധാനപ്പെട്ടു പോകുന്നു എന്ന് അന്വേഷിച്ച് അത് തിരിച്ചു പിടിച്ച് ഭഗവാനും ഭഗവതിക്കും ഒക്കെ കൊടുക്കാൻ ബഹുമാനപ്പെട്ട നിയമപാലകർക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞു. രാജൻ ജോസഫിനെ പോലുള്ളവർ എന്തൊക്കെ തെറി വിളിച്ചാലും രാജാ അവനൊരു യഥാർത്ഥ ഭക്തനാണ്, കുറെയൊക്കെ മര്യാദയ്ക്ക് ജീവിക്കുന്നവനുമാണ്. അല്ലെങ്കിൽ അവനെ കുറ്റം പറയാൻ രാജൻ എന്ത് അധികാരം അല്ലെങ്കിൽ രാജൻ എന്ത് യോഗ്യത ഉണ്ടെന്ന് രാജന്മാർ ആലോചിക്കുന്നത് നല്ലതാണ്, മൊട്ട അരുണുമാർ ആലോചിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞു. വീഡിയോ ഒക്കെ പരിശോധിച്ചിട്ട് ബഹുമാനപ്പെട്ട കോടതി എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. എന്തായാലും ദിലീപിന്റെ പേര് കേസെടുക്കാവുന്ന തോന്നില്ല. കാരണം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാരെങ്കിലും കണ്ടാൽ അറിയാവുന്ന 140 പേരിലൊക്കെ വേണമെങ്കിൽ കേസെടുക്കാം. പക്ഷേ ശബരിമലയിൽ ദിലീപ് ഹരിവരാസനം തൊഴുതു എന്ന് വിചാരിച്ചിട്ട് ഒരു ഭക്തന്റെയും അയ്യപ്പനെ കാണാനുള്ള, ഭഗവാനെ കണ്ടു തൊഴാനുള്ള ഒരു അവകാശവും ലംഘനം നടത്തിയിട്ടില്ല. അത് വീഡിയോകളിൽ കണ്ടാൽ അദ്ദേഹത്തിന് മനസ്സിലാകുമായിരിക്കും. അദ്ദേഹത്തിന് അങ്ങനെ ചിന്തിക്കാനുള്ള മനസ്സ് അയ്യപ്പൻ നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞു ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.